നിങ്ങൾക്ക് കേൾക്കണോ? മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായി ഈ സക്കരിയ തന്നെ പരിചയപ്പെടുന്ന നേതാവ് ആരാ? അത് ഇബ്നു തൈമിയ്യയാണ്. സലഫികൾ ആദ്യത്തെ നേതാവ് അങ്ങേ തല ഇബ്നു തൈമിയ്യ. സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ അങ്ങേ തല ഇബ്നു തൈമിയ്യാണ്. അത് തന്നെ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹുയുടെ സമുദ്ധാരണ പ്രവർത്തനങ്ങളിൽ കിതാബിന്റെയും സുന്നത്തിന്റെയും ചൈതന്യം കൂടുതൽ പ്രകടമായിരുന്നു. ഇസ്ലാമിനകത്ത് നുഴഞ്ഞു കടന്ന വിദഅത്തുകൾക്കും ഖുറാഫാത്തുകൾക്കും എതിരെ സന്ധിയില്ലാ സമരമാണ് അദ്ദേഹം നടത്തിയത്. കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അദ്ദേഹം ഊട്ടിയെടുത്ത മൂർച്ചയേറിയ ഖഡ്ഗത്തിന്റെ പ്രയോഗത്തിൽ ശിർക്കിന്റെയും വിദഅത്തിന്റെയും ഗളങ്ങൾ അറ്ററ്റ് വീണു. പൗരോഹിത്യത്തിന്റെ മണൽക്കോട്ട തകർന്നു തരിപ്പണമായി. ആ ഇബ്നു തൈമിയ്യ മഖ്ബറയിൽ നടക്കുന്ന സംഗതികളെ കുറിച്ച് എന്താ എഴുതിയത്? മഹാന്മാരെ മഖ്ബറയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇബ്നു തൈമിയ്യ എന്താ എഴുതിയത്? അത് അയാളെ കിതാബ് നോക്കിയിട്ടാണ് വായിക്കുന്നത്. وكذلك ما يذكر من الكرامات وخبارق العادات التي توجد عند قبور الانبياء والصالحين. അമ്പിയാക്കളുടെയും സജ്ജനങ്ങളുടെയും ഖബറിന്റെ അടുക്കൽ നടക്കുന്ന കറാമത്തുകളും അത്ഭുതങ്ങളും അസാധാരണ സംഭവങ്ങളും മിഥല നുസൂരിൽ അൻവാരി വൽ മലായികത്തി ഇൻദഹാ, അവിടെ പ്രകാശം ചൊരിയലും മലക്കുകൾ ഇറങ്ങലും വതവഖി ശയാതീനി വൽ ബഹായിമി ലഹാ, അവിടെ ശൈത്താനെ പിടിച്ച് കെട്ടലും മൃഗങ്ങൾ അതിനു വേണ്ടി നിൽക്കലും വന്ദിഫാ ഇന്നാരി അൻഹാ വഅമ്മൻ ജാവറഹാ, മഹാന്മാരുടെ മഖ്ബറയുടെ സമീപത്ത് തീ ഇറങ്ങാതെ അത് മാറി നിൽക്കലും വസഫാത്തി വഅദിഹിം ഫീ ജിറാനിഹി ബിൽ മൗതാ, മരിച്ചുപോയ മഹാന്മാര് തൊട്ടടുത്ത് കിടക്കുന്ന മഖ്ബറയിലുള്ളവർക്ക് ശഫാഅത്ത് ചെയ്യലും വസ്തിബാബിൽ ഇൻദിഫാനി ഇൻദ ബഅദിഹിം, അതുപോലെ അതാ അത്തരത്തിലുള്ള മഹാന്മാരുടെ അടുക്കൽ മറവ് ചെയ്യൽ സുന്നത്താണെന്ന് പലരുടെയും അടുക്കൽ അങ്ങനെ ഒരു നിയമമുള്ളതും വഹുസൂലിൽ ഇൻസി വസകീനത്തി ഇൻദഹാ, അതുപോലെ മഹാന്മാരുടെ മഖ്ബറയിൽ സമാധാനം ഇറങ്ങലും അതുപോലെ അവിടെ സമാധാനം ലഭിക്കലും വനുദൂലിൽ അദാബി ബിമൻ ഇസ്തഹാന ബിഹാ, മഹാന്മാരുടെ ജാറങ്ങളെ നിസ്സാരപ്പെടുത്തിയവന് അദാബ് ഇറങ്ങലും. മറുമൗലയ്ക്ക് അദാബ് ഇറങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ? ഇബ്നു തൈമിയ്യ പറയാണ് ഫജിൻസു ഹാദാ ഹഖ്ഖുൻ, ഇത് ഹഖായ ഒരു കാര്യമാണ്, ഇത് അടിസ്ഥാനപരമായി സത്യമാണ്. ഇത് വിശദീകരിച്ചിട്ട് അവസാനം അയാൾ പറയുന്നു വമാ ഫീ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന, അംബിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളിൽ മിൻ കറാമത്തില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ കറാമത്തും റഹ്മത്തുമായിട്ടുണ്ടാകുന്ന സംഗതികൾ വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമതി വൽ കറാമതി, അല്ലാഹുവിന്റെ അടുക്കൽ മഹാന്മാരുടെ മഖ്ബറകൾക്കുള്ള ഹുർമത്തും കറാമത്തും ഫൗഖ മാ യതവഹമുഹു അക്സറുൽ ഖൽഖി, പലരും വിചാരിക്കുന്ന എത്രയോ അപ്പുറമാണ് കേട്ടോ. അപ്പൊ സലഫി പണ്ഡിതന്മാരിൽ അങ്ങേ തലക്ക് എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ മഹാന്മാരെ മഖ്ബറയിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകൂ എന്ന് പറയാൻ. സക്കരിയ സലാഹി പറയുന്നത് ഒക്കെ ശൈത്താന്റെ പണിയാണ്. എന്നാ സഹോദരന്മാരെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് മഖ്ബറന്റെ പേരിലുണ്ട് ഇവിടെ കുറെ തട്ടിപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, ഔലിയാക്കളുടെ പേരിൽ ഇവിടെ തട്ടിപ്പുള്ളത് പോലെ മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മഖ്ബറകളുടെ പേരിൽ ഇവിടെ 100 തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളുണ്ട്. അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അതും നമ്മുടെ പണ്ഡിതന്മാർ വളരെ മുമ്പേ തന്നെ എത്രയോ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. എന്താണ്, ഞമ്മക്ക് ചില പണിയൊക്കെ മുജാഹിദീങ്ങളെ കൊണ്ട് ചില എളുപ്പം കിട്ടും. അത് ഈ മഖ്ബറകളിൽ പല സ്ഥലത്തും തട്ടിപ്പുകാർ നടത്തുന്ന തട്ടിപ്പുകൾ, അത് ഈ മുജാഹിദീങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ കാണിച്ചു തന്നാൽ നമുക്കൊരു ഉപകാരം. കാരണം നമ്മൾ പിന്നെ പിടിക്കാൻ പോകണ്ടല്ലോ, പഠിച്ചോണ്ട് ഓരോരുത്തരോട് ഓരോ പണിയെടുപ്പിക്കലാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ, ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കുറെ തൊഴിലാളികൾ അവരെപ്പോ അവരെ പണി എന്താന്ന് ചോദിച്ചാൽ ടെലിഫോണിന്റെ കേബിൾ വലിക്കാൻ വേണ്ടി കുഴി ഇങ്ങനെ കുഴിക്കല. ഒരിക്കലും അവർക്ക് ഫോൺ ചെയ്യാൻ അധികം ഭാഗ്യം ഉണ്ടാവില്ല. ഫോൺ ചെയ്യൽ അതിനൊന്നും പണിയെടുക്കാണ്ടിരിക്കുന്ന നമ്മളാ ഫോൺ ചെയ്യല്, പണി ഇവരിങ്ങനെ എടുക്കല. ഇതുപോലെ കാണുന്ന മഖ്ബറയിലൊക്കെ പോയിട്ട് ഇത് പിടിച്ചോണ്ട് വരാൻ നമുക്ക് നേരം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ മുജാഹിദീങ്ങൾ അള്ളാഹ് ഏൽപ്പിച്ചാണ് ഇത് പിടിച്ചോണ്ട് വരാൻ. ബാക്കി പണി നമ്മൾ എടുത്താൽ മതിയല്ലോ. നമുക്ക് അങ്ങനെ ഒരു ഉപകാരം അവരെ കൊണ്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നത്. എന്താണ്, ഒരു മഖ്ബറ ഇവിടെ ഏടാ അവര് പിടിച്ചോണ്ടോന്നാണ്, ഞാനവിടെ പോയിട്ടില്ല, ഞാൻ ഇവരെ കണ്ടിട്ടില്ല. അവര് പിടിച്ചോണ്ടോന്ന് കേൾപ്പിച്ചതാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ എന്താ സംഗതി. അവിടെ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന ഭസ്മവും പൂജിച്ച ഭസ്മവും ഈ മഖ്ബറയുടെ കോമ്പൗണ്ടിലുള്ള 2 അടി ചോടുള്ള മണ്ണും കൂട്ടിക്കലർത്തിയിട്ട് ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കലാണ് പോലും ആ മഖ്ബറയിൽ. അത് ആ മഖ്ബറന്റെ ആൾ തന്നെ പറയുന്നിട്ട് അയാൾ പറഞ്ഞു ഇവിടെ വരുന്ന വരുമാനം ഞങ്ങൾ കുടുംബക്കാരെടുക്കലുമാണ്. അതൊന്ന് കേട്ടോളിങ്ങൾ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് ഈ ആളുകളൊക്കെ വരുമ്പോ നോക്കിയാൽ തന്നെ ഇതിന്റെ യഥാർത്ഥം അറിയാറുള്ളൂ. മാക്സിമം 6 മണിക്ക് പൂട്ടാ.
വ്യാഴാഴ്ച ദിക്ർ സലാത്ത് എല്ലാ മതക്കാരും വരും, എല്ലാ വിഭാഗം വരും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് മതങ്ങളൊന്നുമില്ല, എല്ലാ മതവും വരും. കഴിഞ്ഞു. എല്ലാ ദിവസങ്ങളിലും ആള് വരാറുണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല. ഇഷ്ടം പോലെ എല്ലാം എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം മതമൈത്രിയാണല്ലോ, എല്ലാ മതക്കാരും വരാറുണ്ട്. ഈ വരുമാനം എന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് 28 മെമ്പർമാരുണ്ട്. ഇതിൽ വന്നിട്ട് ഒരു മാസം 15 ദിവസം 4 കൊല്ലം 3 കൊല്ലം. ഒരു വാപ്പയ്ക്ക് ഒരു മകനാണെങ്കിൽ ഒറ്റ കൊല്ലം, 2 മക്കളാണെങ്കിൽ 6 മാസം, 3 മക്കളാണെങ്കിൽ 4 മാസം, 4 മക്കളാണെങ്കിൽ 3 മാസം. ഈ 3 മാസം നോക്കുന്ന വിഭാഗക്കാർക്ക് ഒരു 5-6 മക്കളുണ്ടെന്ന് അതിനെ റിവാർഡ് ചെയ്തിട്ട് 15 ദിവസം നോക്കും. അങ്ങനെ ഇപ്പൊ തഞ്ചാവൂർ തൊട്ട് മണ്ണാർക്കാട്, കോയമ്പത്തൂർ, പുതുനഗരം പല ഭാഗങ്ങളിൽ ഇതിലത്തെ അവകാശമുണ്ട്. ഈ 28 മെമ്പറുണ്ട്. ഞാനത് ക്ഷേത്രം എന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ ഒരു 100 പങ്കുണ്ടെങ്കിൽ അവിടെ ഒരു 6 പങ്ക് എന്ന ഒരു വാഗ്ദാനം മൂപ്പർ കൊടുത്തു എന്നാണ് പറച്ചല്. അന്ന് തൊട്ട് എന്ന് പറയും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ വന്നിട്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പൂജ, ബാക്കി എല്ലാ ദിവസങ്ങളിലും ആൾ പോകാറുണ്ട്. പിന്നെ ആയുധ പൂജ ദിവസം ഒരു പൂജയുണ്ട്. പിന്നെ അവർക്ക് 11 മാസം പൂജയാണല്ലോ, നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ പൂജയുണ്ട്. അത്യാവശ്യം മണ്ണാർക്കാട് ഭാഗങ്ങളിൽ മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാനുണ്ടല്ലോ വണ്ടികളിൽ വരും. ബസ്സിൽ വന്നിട്ട് ബസ് ഇവിടെ വരില്ല, റോഡ് സൈഡിൽ മെയിൻ റോഡിൽ നിർത്തിയിട്ട് വന്നിട്ട് സിയാറത്ത് ചെയ്ത് പോകാം. കൂടുതൽ ആ ഭാഗത്തുനിന്ന് വരാറുണ്ട്, മലപ്പുറം, മണ്ണാർക്കാട് ഈ ഭാഗങ്ങൾ, കാഞ്ഞിരപ്പുഴ. ഞങ്ങളിവിടെ കൊടുക്കാറുള്ളതാണ്. ഞങ്ങൾ ഈ പൂമണ്ണ് കൊടുക്കും, അമ്പലത്തിൽ ഭസ്മം കൊടുക്കും, അതായത് വിഭൂതി. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അസുഖമുള്ളവർക്ക് ലേശം വെള്ളത്തിട്ട് വെള്ളം കഴിക്കാൻ കൊടുക്കും. അത്ര ഇത് തന്നെ മരുന്നായിട്ട് കൊടുക്കാറുള്ളത് പഴയ കാലം തൊട്ട്. ഭസ്മം കൊടുക്കും, ഞങ്ങൾ ഈ മണ്ണും കൊടുക്കും. ഇതാണ് പ്രധാന ഇത്. അവർ ഉപയോഗിക്കും, വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ കഴിക്കാം. കല്യാണം കഴിക്കാത്തവർക്ക് ലേശം മുഖറൊക്കെ കഴുകിയിരുത്തും. ഈ മണ്ണല്ല ഇതന്നെ. ഈ സാധനം ഞങ്ങളുടെ ഈ കാമ്പൗണ്ടിൽ നിന്ന് 2 മുഴത്തിന് താഴെ എടുക്കുകയാണിത്. ഇത് വന്നിട്ട് മാക്സിമം പഴയ ആചാരം എങ്ങനെയാന്ന് വെച്ചാൽ 2 മുഴത്തിന് താഴെ എടുക്കുക. ഈ കാമ്പൗണ്ടിനുള്ളിൽ എടുക്കും. എടുത്തിട്ട് അപ്പം തന്നെ നമ്മുടെ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് മൂടി വയ്ക്കാം. പിന്നെ ഇതിന് ദിക്ർ സലാത്തൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കാറ്. ഇത് തന്നെ മരുന്ന്, മണ്ണ് തന്നെ കൊടുക്കുന്നത്, മണ്ണ് മരുന്നായിട്ട് കൊടുക്കും. ഇത് പൂ മണ്ണെന്ന് പറയും. ഇത് ഞങ്ങളുടെ ഈ ദർഗാന്റെ കാമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 മുഴത്തിന്റെ താഴെ വെട്ടിയെടുക്കാറുള്ളത്. വെട്ടിയിട്ട് അത് മൂടി വെച്ചാൽ പിന്നെ 2, 3, 4 മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാം. ഏത് അല്ലല്ല, അത് അമ്പലത്തിൽ ഭസ്മം അവര് പൂജയ്ക്ക് വെച്ചിട്ട് കൊടുക്കും. 2 മിക്സ് ചെയ്യും. പഴയ ആചാരം അങ്ങനെയാണ്, അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ചിലവർ വീട് വെക്കണില്ല എന്ന് കണക്ക് കൂട്ടി അവരൊരു നെയ്യത്ത് വയ്ക്കും, വിറ്റ് കിട്ടണമെന്ന് 4 മൂലയ്ക്ക് കൊണ്ട് ഇടാറുണ്ട്. അപ്പൊ അത് വിറ്റ് കിട്ടും, വന്ന് വല്ല വഴിപാടുണ്ടെങ്കിൽ അവർ ചെയ്യും. വഴിപാടെന്ന് വെച്ചാൽ ഇതന്നെ അന്നദാനം, ചോറ്, പാച്ചോറ്, കൂടുതൽ ഇഷ്ടംപോലെ ചാപ്പാട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവണം. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മവും മക്ബറയിൽ നിന്ന് കുറച്ച് മണ്ണും എടുക്കുക. എന്നിട്ട് അത് 2 കൂടി കൂട്ടിയിട്ട് ദിക്റും സലാത്തും ചൊല്ലിയിടം കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് യാസീന്റെ ഖുറാസം വെച്ച് കുത്തിട്ട് പറയാണ് ചങ്ങാതി, ഇത് ഞങ്ങളെ കുടുംബത്തിന് സമ്പാദിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അവിടെ ഒരു കാര്യം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഏത് മക്ബറകളിൽ നേർച്ച കൊടുക്കുന്നുണ്ടെങ്കിലും, ഏത് സ്ഥലത്ത് ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിലും അതെന്തിന് ചെലവാക്കുന്നു, ആരെടുക്കുന്നു നോക്കിയിട്ടേ മുസ്ലിമീങ്ങൾ കൊടുക്കാവൂ. ഏത് മക്ബറയാലും തിരക്കില്ല, ആര് ചെലവാക്കുന്നു, എന്തിനെടുക്കുന്നു. അപ്പൊ എന്താ വേണ്ടത്? ഒരു മക്ബറ കിടക്കുന്ന ഒരു വലിയനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ വലിയന്റെ പേരിൽ ധർമ്മം ചെയ്താൽ അത് സ്നേഹം പ്രകടിപ്പിക്കലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ദർജ വർദ്ധിക്കും, നമുക്ക് ഫലവും കിട്ടും. പക്ഷെ അതെങ്ങനെ ചെലവഴിക്കണം, അവിടെ നമ്മളൊരു സമീപനം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു മക്ബറയിൽ നമ്മൾ കൊടുക്കുന്ന സംഖ്യ അല്ലെങ്കിൽ അവിടുത്തെ പെട്ടിയിലിടുന്ന സംഖ്യ അത് തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കപ്പെടുന്നു കണ്ടാൽ അവിടെ നമ്മൾ സംഖ്യ കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് വേണം? ആ മഹാന്റെ പേരിൽ നേർച്ചയാക്കുമ്പോൾ തന്നെ നല്ല കാര്യത്തിന് നേർച്ചയാക്കണം. നമ്മളെ നാട്ടിലെ മദ്രസയിൽ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ബദരീങ്ങളുടെ പേരിൽ 1000 റുപ്യ ഞാൻ കൊടുക്കും, അല്ലെ അജ്മീർ ഷെയ്ഖിന്റെ പേരിൽ 1000 റുപ്യ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ മമ്പർത്തെ തങ്ങളുടെ പേരിൽ സിറാജുലേക്ക് 1 ചാക്ക് അരി വാങ്ങിക്കൊടുക്കും, അല്ലെ മർക്കസിലേക്ക് 2 ചാക്ക് അരി വാങ്ങിക്കൊടുക്കും, അല്ലെ മക്കറിലേക്ക് ഞാൻ 1 ചാക്ക് മൈദ വാങ്ങിക്കൊടുക്കും. ഈ രൂപത്തിൽ മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ധർമ്മം നേർച്ചയായിക്കോളൂ എന്നാ വലിയ ഫലത്തിലായി. നേരെ മറിച്ച് ആ മഖ്ബറയിൽ കൊടുക്കുന്ന സംഖ്യ ചെലവഴിക്കുന്ന തെറ്റായ വിഷയങ്ങളിലും
ഇതുപോലെ അമ്പലത്തിലെ ഭസ്മവും അതുപോലെ തന്നെ മഖ്ബറയിലെ മണ്ണും കൂട്ടിയിട്ട് വിതരണം ചെയ്തിട്ട് സലാത്തും ചൊല്ലി വിതരണം ചെയ്യുന്ന കമ്പനികൾ കൊണ്ടുപോയി തിന്നുകയാണെങ്കിൽ അവിടത്തേക്ക് സംഖ്യ കൊണ്ടുപോയി ഇടുന്നത് മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും പണ്ഡിതന്മാർ അതിന് ഉത്തരവാദികളല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഈ മഖ്ബറക്ക് എന്തോ ഒരു പേരുണ്ടായി, എന്നാ ഹാജി മലങ്കശ മലങ്കശ ഹാജി മലങ്കശ എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ചില മഖ്ബറയിൽ ചില തോന്നിയാസികൾ പോയിട്ട് എന്തെല്ലാം പണിയെടുക്കുന്നത്, ചിലർ തവാഫ് ചെയ്യുക. അങ്ങനെ ഇസ്ലാമിൽ പാടുണ്ടോ? പാടില്ല. വേറെ ചില ആളുകൾ എന്താ ചെയ്യുന്നത്, മഖ്ബറയിൽ പോയിട്ട് ശയന പ്രദക്ഷിണം കിടന്നുരുളുക. ആരാ ഇത് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ? മഖ്ബറയിൽ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഖ്ബറയിൽ ചെന്നാൽ മഖ്ബറയിലുള്ള മഹാന്മാരെ വിളിച്ച് സലാം പറയണം. വിളിക്കരുത് എന്ന് മുജാഹിദ് ജമാഅത്തുകാർ പറഞ്ഞത്, അത് ഇസ്ലാമല്ല. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഇവിടെ കിടക്കുന്ന മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ ഖബറാളികളെ അസ്സലാമു അലൈക്കും വിളിച്ചിട്ട് സലാം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖബറിലുള്ളവരെ വിളിക്കരുത് എന്നുള്ളത് അത് ഇവരുണ്ടാക്കിയ മതാണ്, ഇസ്ലാമല്ല. അല്ലാഹു റസൂൽ പറഞ്ഞ് വിളിച്ചിട്ട് സലാം പറയണം. പിന്നെ സലാം ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയാണ് ഫാത്തിഹ ഓതൽ, സൂറത്തുൽ ഫാത്തിഹ ഓതുക. മാത്രമല്ല ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മഖ്ബറയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞോ അത്രയും പുണ്യമാണ്. അത് ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി റളിയല്ലാഹു ശർഹുൽ മുദബ്ബിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മഖ്ബറയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാനും ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണമാണ് ഖുർആൻ ഓത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ വെച്ച് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ബാബു മൗഇദത്തിൽ മുഹദ്ദിസീൻ ദൽ ഖബരി വഖൂരി അസ്ഹാബിഹി ഹൗലഹു. ബുഖാരിയിൽ ഒരു അധ്യായമാണ് ഖബറിന്റെ അടുക്കൽ വഅദ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്ബറയുടെ സമീപത്ത് വഅദ് പറയാം. അതുപോലെ തന്നെ അവിടെ വെച്ച് നമുക്ക് വേണ്ടിയും ഖബറാലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങൾക്കും അല്ലാഹു സുഖം തരട്ടെ, ഞങ്ങൾക്കും അല്ലാഹു സുഖം തരട്ടെ. അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക വളരെ നല്ലതാണ്, അതിന്റെ പേരിൽ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യുക. നേരെ മറിച്ച് മഖ്ബറകളിൽ പോയിട്ട് ശയനം നടത്തുക, ഒരു ശയനം നടത്തുന്ന ഒരു പോലെ കാണിച്ചു കൊടുത്താൽ കിടന്നുരുല്ല മഖ്ബറയിൽ. ചെയ്യുന്ന മുസ്ലിമോ നമുക്കറിയില്ല, അതൊന്നും നമ്മൾ ഉത്തരവാദിയല്ല, നമ്മളുടെ അതിന്റെ ആളുകളുമല്ല. നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ പണ്ഡിതന്മാരോ ചെയ്തിട്ടുണ്ടോ? ഉള്ളാളെന്നെങ്കിലും മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്ത് വരാറുണ്ട്, കാന്തപുര ഉസ്താദ് പോകാറുണ്ട്, നമ്മളൊക്കെ പോകാറുണ്ട്. നമ്മളാരെങ്കിലും അടക്കം ഉരുണ്ടെങ്കിൽ കേട്ടിരുന്നു ഇതുവരെ? ഇതൊക്കെ സുന്നികളെ തലയിൽ വെച്ച് കേട്ടു എന്ന് വെച്ചെടുത്താ മനെ. ശയന പ്രദക്ഷിണം അതാണ് നിങ്ങളാ കാണുന്നത്. ഉറച്ച സുന്നിയായിക്കൊണ്ട് സുജൂദ് ചെയ്താലും തവാഫ് ചെയ്താലും അതേപോലെ പ്രാർത്ഥിച്ചാലും പൂവുമായി പോയാലും ഉത്സവച്ചായയുടെ കബറിനെ കണ്ടാലും ശയനപ്രദക്ഷിണം നടത്തിയാലും അതൊന്നും ഒരു കുറ്റൂല്ല. അതൊക്കെ യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തെ ആകൂ. ഇസുദ്ദീൻ സഖാഫി അൽ കാമിലിയുടെ ലേഖനം വായിച്ച് ആളുകളാണ് ഉറക്കാണ്. എന്തിനും പച്ചക്കള്ളം പറയാൻ ഇസുദ്ദീൻ സഖാഫിന്റെ ലേഖനത്തിലുണ്ട് അങ്ങനെ മുജാഹിദിന്റെ പച്ചക്കള്ളം. എന്നിട്ടോ അത് നടക്കുന്നത് എവിടെയാ? വടക്കേ ഇന്ത്യയിൽ അജ്മീറിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്ഥലത്താണ്. അജ്മീറിൽ എങ്ങനെ മലയാളത്തിലെ ബുക്ക് വായിച്ചിട്ട് ഒറ്റ പണിയെടുക്കുക? മൗലൈമാർ പറയുമ്പോൾ കുറച്ച് ആലോചിക്കണ്ടേ? കൂട്ടത്തിൽ ഒരൊറ്റ ആക്കം ബുദ്ധിയില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സുന്നിയാക്കം ബുദ്ധിയില്ലാന്നാ വിചാരിച്ച് മലയാളത്തിലുള്ള ബുക്ക് വായിച്ചിട്ടാലും വടക്കേ ഇന്ത്യയിലുള്ള ഒരാൾ അവിടെ പോയി ഉരുളുന്നത് നിങ്ങൾ കണ്ടില്ല? നിങ്ങൾ ദോഷം ഉരുട്ടും പോലെ ഉരുട്ടുന്ന ഒരു ചങ്ങാതി. പഴയ കാലത്ത് പെണ്ണുങ്ങൾ വലിയ പത്തിരി ഉടലുണ്ട്, ഇങ്ങനെ കല്ലുമ്പല ചുരുട്ടിയിട്ട് ഇങ്ങനെ മഖ്ബറയെ പറ്റി ഉരുളണമെന്ന് ആരാ പറഞ്ഞത്? അതേ സമയത്ത് മഹാന്മാരെ മഖ്ബറയിൽ സിയാറത്തിന് പോകാൻ പാടില്ല, അത് ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലേ നമ്മുടെ പ്രശ്നം? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയ ശിർക്കാന്നല്ലേ സക്കരിയ സലായി പ്രസംഗിച്ചത്? മഹാന്മാരെ മഖ്ബറയിൽ പോയ ശിർക്കാണ്, ഷിർക്കിലേക്ക് എന്നല്ലേ പറഞ്ഞത്? ഞാൻ ഒരുപാട് CD കയറ്റി ഇപ്പം വേണ്ട സമയമില്ല, ഇനി നമുക്ക് CD കയറ്റി കൊടുക്കാം. തൊട്ടപ്പം ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആദ്യം വലിയുൽ കൂഫിന്റെ ജാറത്ത് പോയി, അവിടുന്ന് കുഞ്ഞിപ്പള്ളി പോയി, അവിടുന്ന് വടകര പോയി, അവിടുന്ന് കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളിയിൽ പോയി, അവിടുന്ന് മമ്പറത്ത് പോയി, അവിടുന്ന് പുത്തമ്പള്ളി പോയി, അവിടുന്ന് പാലക്കാട് മഞ്ഞക്കുളം പോയി, അവിടുന്ന് നാഗൂര് പോയി, ഏറുവാടി പോയി, അപ്രാപ്പാളയം പോയി, അങ്ങനെ അജ്മീറിൽ പോയി, എന്നിട്ട് നേരെ ഇറാഖിൽ പോയിട്ട് കർബലയും അതുപോലെ തന്നെ മൊയ്തീൻ ഷെയ്ഖിന്റെ ജാറൊക്കെ ചുറ്റിട്ട് നേരെ മദീനത്തേക്ക്. അതിന് നമ്മളെ ട്രാവൽസ് ഒരു പേരിട്ടിന് സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. സിയാറത്തും ടൂറും പാക്കേജും ഉണ്ടാവും, ഹജ്ജ് മാത്രം കിട്ടൂല. അതതിന്റെ പ്രത്യേകത. പാക്കേജുകാരന് പൈസ കിട്ടും, സിയാറത്ത് നടക്കും, ഷിർക്കിൽ നിന്ന് ഷിർക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സഹോദരന്മാർ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ചില സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ചില ചങ്ങാതികളുണ്ട്, ഷെയ്ഖായിട്ടിങ് വരും, എൻ്റെ ഒരു കൊടിമരാടെ നാട്ടും
എന്നിട്ട് പിന്നെ ആൾക്കാർ നിങ്ങൾ കൊടിമരത്തിന്റെ പോയി ചുറ്റിക്കോളി. ആരാ പറഞ്ഞു കൊടിമരത്തിനെ ചുറ്റണോ? ഏത് കിതാബിലാ പറഞ്ഞത്? കൊടിമരത്തിന് ചുറ്റണോ? കൊടി നമ്മൾ സാധാരണയായി കൊടി കെട്ടലുണ്ട്. കൊടി കെട്ടൽ തെറ്റല്ല കേട്ടോ. എന്നോട് നാദാവത്ത് സെൽഫി ചോദിച്ചു കൊടികുത്ത് നേർച്ച നടത്താൻ പറ്റുമോ? ഞാൻ ചോദിച്ചു കൊടികുത്തുന്നതിനെന്താ? എല്ലാ പാർട്ടിക്കാരും കൊടികുത്തലില്ലേ? അപ്പൊ അത് മക്കൾ ഞാൻ ചോദിച്ചു മിനയിൽ കൊടികുത്തുന്നില്ലേ? എല്ലാ രാഷ്ട്രത്തിന്റെ കൊടിയും ഇല്ലേ അവിടെ? കൊടികുത്തലല്ല തെറ്റ്. ഞാൻ പറഞ്ഞത് ഒരു കൊടിയും കുത്തിയിട്ട് ആ മരം പോയി ചുറ്റുക, ഇങ്ങനത്തെ ഏർപ്പാടൊന്നും പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം അബൂ ശാമ റളിയല്ലാഹു പറഞ്ഞതായി ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു നമ്മളെ ഇമാമിങ്ങൾ മഖ്ബറയിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഇമാമിങ്ങൾ അവർ എഴുതിയത് കണ്ടോ നിങ്ങൾ? വമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിനാ മാ യഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന സദഖാതി വൽ മഅറൂഫി വഇദ്ഹാരി സീനതി വസ്സുറൂരി ഫഇന്ന ദാലിക മാ ഫീഹി മിനൽ ഇഹ്സാനി ലിൽ ഫുഖറാഇ മുശ്ഇറു ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക വശുക്രില്ലാഹി തആല അലാ മാ മന്ന ബിഹി മിൻ ഈജാദി റസൂലിഹി അല്ലദീ അർസലഹു റഹ്മത്തൻ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സൽക്കർമ്മം ചെയ്തുകൊണ്ട് ധർമ്മം കൊടുക്കുന്നതും അതുപോലെ അന്ന് നല്ല വസ്ത്രം ധരിക്കുന്നതും അന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹിന്റെ റസൂലിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയായതുകൊണ്ട് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇമാമിങ്ങൾ പറയാണ്. പിന്നെന്താ പറയുന്നത്? ഇന്നൽ ബിദഅത സയ്യിഅത വ മാ ഖലഫ ശൈഅൻ മിൻ ദാലിക സരീഹൻ വ ഇൽതിസാമൻ ഖദ് തന്തഹി ഇലാ മാ യൂജിബു തഹരീമ താറത്തൻ വൽ കറാഹത ഉഖറാ വ ഇലാ മാ യുദന്നു അന്നഹു തആത്തുൻ വ ഖുർബത്തുൻ. അതേ സമയത്ത് ശരീഅത്തിൽ കറാഹത്തോ ഹറാമോ മോശമോ ആയ ഒരു പക്ഷേ അത് നല്ല കാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന സംഗതിയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ മോശമായ വിധേയത്താണ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഫമിനൽ അവ്വലിൽ ഇന്തിമാഉ ഇലാ ജമാഅത്തിൻ യസ്അമൂന തസവ്വുഫ. ഞങ്ങൾ ശൈഖന്മാരാണ്, തസവ്വുഫിന്റെ ആളാണ്, തരീഖത്തിന്റെ ആളെന്ന് പറയുന്ന ചില ചങ്ങാതികള് വയുഖാലിഫൂന മാ കാന അലൈഹി മശായിഖു തരീഖ് മിന സുഹദി വൽ വറഇ വസൈരിൽ കമാലാത്തിൽ മസ്ഊലത്തി അൻഹും. അതാ എന്നിട്ട് മുൻഗാമികളായ തരീഖത്തിന്റെ മശായിഖന്മാര് ദുനിയാവിനെ പരിത്യജിക്കുകയും സൂക്ഷ്മതയോടെ ജീവിക്കുകയും നല്ല വാചകങ്ങൾ പറയുകയും ചെയ്തതാണെങ്കിൽ അതിനെതിരായി കള്ളത്തരീഖത്തുകാരായി വരുന്ന ചില കക്ഷികൾ അവർ ചെയ്യുന്ന ചില പണികളുണ്ട്. ബൽ കസീറും മിൻ ഉലൈക ഇബാഹിയത്തുൻ ലാ യുഹരിമുന ഹറാമൻ. അവരുടെ കൂട്ടത്തിൽ പലരും ഹറാമിനെ ഹലാലാക്കുന്ന പുതിയ കക്ഷികളാണ്. മോശമായ കാര്യങ്ങൾക്ക് ശൈത്താൻ അവർക്ക് നല്ലതായി തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ വാദിക്കുന്ന ഈ കക്ഷികൾ, ആ കക്ഷികളെ സംബന്ധിച്ച് പറയാണ് എന്താ പറയുന്നത്? ശരിക്കും കേട്ടോ. വഫഹും ബിസ്മിൽ ഫിസ്ഖി അവിൽ കുഫ്രി അഹഖ മിൻഹും ബിസ്മി തസവ്വുഫി അവിൽ ഫഖ്രി. അതാ അവർ ഫഖീറന്മാരെന്ന് പറഞ്ഞ് ശൈഖന്മാരെ കൂട്ടത്തിലുള്ള ഫഖീറെന്നോ തസവ്വുഫിന്റെ ആളെന്നോ പറയുന്നതിന് പകരം അവർ തെമ്മാടിത്തം ചെയ്യുന്നവരും അവിശ്വാസമുള്ളവരും എന്നുമാണ് ആ കള്ളത്തരീഖുകാരെ പറ്റി പറയേണ്ടത്. വമിൻഹും മാ അമ്മ ബിഹിൽ ഇബ്തിലാഉ മിൻ ഇസ്തസീനി ശൈത്താനി ലിൽആമ്മതി. സാധാരണക്കാരന് ശൈത്താൻ ഭംഗിയാക്കി കൊടുക്കുന്ന പരീക്ഷണങ്ങൾ പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള ഒരു സംഗതിയാണ്. تخليق حائط أو عمود وتعظيم نحو عين أو حجر أو شجرة لرجاء شفاء أو قضاء حاجة. ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയോ അല്ലെ രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടിയോ മരത്തിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെ കല്ലിനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ അതിലെങ്ങാനും പൊട്ടി ഒഴുകുന്ന ഒരു തോട്ടിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ അതിൽ ഒഴുകുന്ന അരുവിക്കോ ബഹുമാനം കൽപ്പിക്കുന്ന ഏർപ്പാട്. ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചില ആളുകൾ ഞങ്ങൾ ശൈഖന്മാരാണെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മരം അവിടെ കുഴിച്ചിട്ട് മരത്തിനോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഒരു മരത്തിനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കല്ല് സ്ഥാപിച്ചിട്ട് ആ കല്ലിനോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തഅദീം ചെയ്തുകൊണ്ട് അതുകൊണ്ട് രോഗത്തിന് ശിഫ കിട്ടുമെന്നോ അല്ലെങ്കിൽ ആവശ്യം നിർവഹിക്കപ്പെടുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാദിച്ചുകൊണ്ടുള്ള കള്ള ശൈഖന്മാരുടെ ഏർപ്പാടുകൾ അവർ ചെയ്യുന്ന ഇത്തരം നീചമായ കാര്യങ്ങൾ പ്രത്യേക പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു കൊടിമരം നാട്ടിയിട്ടുണ്ട്, ആ കൊടിമരം പോയി ചുറ്റിയാൽ മതി, എന്നാ രോഗാംഗം മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആര് തസവ്വുഫ് വാദിച്ചു വന്നാലും അംഗീകരിച്ചുകൂടെന്ന് പേരോടല്ല പറയുന്നത്. നമ്മുടെ ഇമാമിങ്ങളായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുബീനിൽ പറയുന്നു. അതും ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിച്ചുകൊണ്ട് നബിദിനം കഴിക്കുന്നത് സുന്നത്താണ്, നല്ലതാണ്, പടച്ചവന്റെ അടുക്ക കൂലി കിട്ടുന്നതാണെന്ന് നമ്മുടെ ആശയം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പുറത്തും നമ്മുടെ ആശയം എന്താണെന്ന് വ്യക്തമായി നമ്മളെ ഇമാമിങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഇമാമിങ്ങളെ പിന്തുടരാതെ കള്ള ശൈഖന്മാര് കാണിക്കുന്ന കോപ്പിരാട്ടികളിലൊന്നും പോയി ആരും പെട്ടുപോകരുത്. ഒരു മരത്തിന്റെ മുകളിൽ ഒരു വള്ളി, അതിന്റെ മുകളിൽ ഒരു പുതപ്പും പുതപ്പിച്ചിട്ട് അവിടുന്ന് അതിനെ ബഹുമാനിക്കുന്നതായിട്ട് ഒരു മുജാഹിദ് കാണിക്കുന്നു. വേറൊരു സ്ഥലത്ത് മരത്തിന്റെ ഇല,
അത് കൊയിഞ്ഞു വീണാൽ അതിന് പൈസ കിട്ടുമെന്നും പറഞ്ഞിട്ട് വേറൊരു മുജാഹിദ് കാണിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ആരെന്ത് എവിടുന്ന് കാണിച്ചാലും ഞങ്ങളുടെ ഇമാമിങ്ങൾ മുഴുവനും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. അത് ഈ സമുദായത്തെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതൊന്നും നമ്മളെ വകയിൽ തലയിൽ വെച്ച് കെട്ടുകയും വേണ്ട, അതിനൊന്നും നമുക്കിവിടെ അംഗീകാരവുമില്ല എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മാധ്യമം പറയുന്നതെന്തറിയോ, ഡിവൈഎഫ്ഐക്കാരന്റെ കോണോമ്പാറ തങ്ങളെ പോയി പിടികൂടാത്തത്. മാധ്യമം പിന്നെ ചോദിക്കുന്നത് അതാണ്. ഞാൻ മാധ്യമം CD കയറ്റിക്കോളാം. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഒരു സംഘടനയും നിയമം കയ്യിലെടുക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അത് സോളിഡാരിറ്റി ആണെങ്കിലും ശരി, വേറെ ആരാണെങ്കിലും ശരി, നിയമത്തിൻ്റെതായ നിലക്ക് നിയമപാലകന്മാരത് കൈകാര്യം ചെയ്തു കൊള്ളണം. അതിനാണല്ലോ മുഖ്യമന്ത്രിയും പറഞ്ഞത്. അതേസമയം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഡിവൈഎഫ്ഐനെ ചോദ്യം ചെയ്യുന്ന മാധ്യമം പത്രം ആദ്യം ചോദ്യം ചെയ്യേണ്ട ജമാഅത്ത് ഇസ്ലാമിയെയാണ്. കർണാടക സ്റ്റേറ്റിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ മുഴുവനും കൊണ്ടുവന്ന് ശ്രീ രവിശങ്കറെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച ജമാഅത്ത് ഇസ്ലാമിയാണ്. പിന്നെ പറഞ്ഞെന്തറിയോ, ഈ കോണോമ്പാറ തങ്ങളെടുക്കല് ഒരുപാട് സംഖ്യ കിട്ടുന്നു സലാത്ത് നഗറിൽ. പിന്നെ സംഖ്യ കിട്ടാണ്ട് എത്തിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനാവും. അതുപോലെ തന്നെ കണ്ണിനും കാഴ്ചയില്ലാത്ത, അതുപോലെ ഈ കൈയും കാലൊക്കെ തളർന്നു പോയ, അതുപോലെ തന്നെ മന്ദബുദ്ധികളായ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമോ? അതിനവിടെ കുറെ സംഖ്യ കിട്ടിയിട്ട് അവിടെ തങ്ങൾ കുറെ ദീനീ പ്രവർത്തനം നടത്തി, അത് സമൂഹത്തിന് ഗുണമല്ലേ? അതുപോലെ മർക്കസ് സഖാഫിന്റെ കുറെ നേർച്ച കിട്ടിയാൽ അത് കാര്യം നല്ലതല്ലേ? അതുപോലെ തന്നെ സിറാജുലുദയിലേക്ക് നേർച്ച കിട്ടുന്നു. മൗലവിമാർക്ക് ഭയങ്കര വിഷമാണ്, പറയുമ്പം വിഷമാണ്. നാദാപുരത്ത് വന്ന മൗലവി സ്വീപ്പാക്കി സംസാരിച്ച് അന്ന് 2 ലക്ഷം റുപ്യ നേർച്ചിട്ടുള്ള ഒരു മാസത്തിൽ ഇപ്പൊ 3 ലക്ഷം കിട്ടുന്നുണ്ട്. മൗലവി പറഞ്ഞുകൊണ്ട് മുജാഹിദികളും നേർച്ചയാക്കുന്നുണ്ട്. ഇപ്പൊ 3 ലക്ഷം കിട്ടുന്നുണ്ട്. ഇന്ന് നേരമ്പോഴത്തേന് ശേഷം ഒരുപാട് ആൾ നേർച്ച കൊടുത്തിട്ടുണ്ട്. വേണേ ഞാൻ CD കയറ്റിക്കോളാം. ഇന്ന് വന്ന ആൾക്കാരെ വേണേ ഞാൻ CD കയറ്റിക്കോളാം.
10,000 റുപ്യ വല്ലതും നേർച്ചോട്ട് തന്നിട്ടുണ്ട്. വെള്ളപ്പാണ്ട് രോഗം മാറിയിട്ട് വരെ അയച്ച കത്തുണ്ട്. എൻ്റെ വണ്ടിയിലുണ്ട് ഒരു പുസ്തകം, സിറാജുൽ അത്ഭുതങ്ങളും അനുഭവങ്ങളും. പോകുമ്പോൾ ഓരോന്ന് ഫ്രീ ആയിട്ട് എല്ലാവരും വായിക്കോളി, ബാക്കി വായിച്ചോളി. കണ്ണൂർ ജില്ലയിൽ നിന്ന് അയച്ച കത്തുണ്ട്, വെള്ളപ്പാണ്ട് രോഗം മാറിയിട്ട് അയച്ച കത്ത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾ നേർച്ച തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കീശയിലാണ് ഇടുക. വലിയമാർ പേരോട് കീശയിലിടുന്നു. ഞാൻ സുർമയോട് പോലെ കണ്ണിലാണ് വെക്കേണ്ട പൈസ. ഞാനിപ്പോൾ അതിലൊന്നും കറന്ന് സംസാരിക്കുന്നില്ല. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ ജമാഅത്തെ ഇസ്ലാമി മതക്കച്ചവടം നടത്തിയില്ലേ? എന്നിട്ടുണ്ടായ സംഭവങ്ങൾ ചന്ദ്രികാപത്രത്തിലില്ലേ? ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ചന്ദ്രികാപത്രം അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലേ? സുബ്ഹാന ജല്ല ജലാലു, എത്ര തട്ടിപ്പുകളും വെട്ടിപ്പുകളാണ് ഇവർ സാമ്പത്തിക രംഗത്ത് നടത്തിയത്. എന്നിട്ട് കോണോമ്പാറ തങ്ങളെ പിടികൂടാൻ വേണ്ടി കണ്ടോ നിങ്ങൾ, ചന്ദ്രിക അവസാനിക്കുന്നില്ല എന്നിട്ട് അവസാനം എഴുതിയതാണിത്. ലൈംഗിക പീഡന കുറ്റത്തിന് ജയിലിലാക്കപ്പെട്ട പ്രസ്ഥാന നേതാവായ സ്വന്തം മതസ്ഥാപന പ്രിൻസിപ്പലിനെ പദവിയിലിരുത്തി സംരക്ഷിക്കുന്നവർ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പേരിൽ മറ്റുള്ളവരോട് ധാർമ്മിക ഉപദേശിക്കുന്നതിന് ആരുടെ ചാരിത്ര പ്രസംഗത്തോട് ഉപമിക്കണം. ഹൈക്കോടതിയിലെ കേസ് തീരുന്നത് വരെയെങ്കിലും ഒന്ന് പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൂടെ? തൃശ്ശൂർ ജില്ലയിലെ ദീനീ സ്ഥാപനത്തിലെ +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിനാണ് ഗുരുനാഥൻ കൂടിയായ സ്ഥാപന മേധാവി വിശുദ്ധ റമദാനിൽ റിമാൻഡിലായത്. വനിതാ കമ്മീഷൻ മുഖേനയാണ് പെൺകുട്ടി ഹൈക്കോടതിയിലെത്തുന്നത്. നേതാവിന്റെ പേര് വേണോ, തെളിവ് വേണോ, കേസിന്റെ ഫയൽ നമ്പർ വേണോ? ഇനിയും അവസാനിക്കാത്ത കേസിന്റെ നടത്തിപ്പിന് വേണ്ടി ഇസ്ലാമിക പ്രസ്ഥാനം തന്നെ ലക്ഷങ്ങൾ പിരിച്ചെടുക്കുന്ന നാണക്കേടും ജമാഅത്തുകാർ കേരളത്തിന്റെ മുഖത്തൊട്ടിക്കുന്നു. ഇതിന്റെ ചന്ദ്രികയിൽ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും അവര്. ചന്ദ്രിക ഞാൻ നോക്കി വായിക്കുന്നത്. എന്നിട്ട് പിന്നെയും സുബ്ഹാനല്ലാഹ് എഴുതിയൊക്കെ ഇപ്പൊ പറയണോ? കുറ്റ്യാടി നേതാവ് കൈവിരൽ കൊണ്ടെന്ന് തൊട്ടപ്പോൾ 35 ലക്ഷത്തിന്റെ പെട്ടി പഴയ മംഗളം വായിച്ച പതിപ്പിന്റെ കെട്ടായി മാറിയ കഥ നിങ്ങളുടെ കുറ്റ്യാടിയിൽ 35 ലക്ഷത്തിന്റെ കെട്ട് കൊണ്ടുപോയി പുരക്കത്തിയും മംഗളം വാരിക. ജമാഅത്ത് ഇസ്ലാമിക്കാരെ സംഭവം നടന്ന് ചന്ദ്രിക പറയാണ്. എനിക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, എത്രയെത്ര ഘോര സംഭവങ്ങൾ. കൂടുവിട്ട് കൂടുമാറൽ, സാധുക്കളുടെ അവസാനത്തെ ചിറ്റും കമ്മലും ഊരിവാങ്ങി സ്വർണ്ണക്കച്ചവടം ചെയ്യുന്ന പ്രാസ്ഥാനിക വിദ്യ, ഹജ്ജ് ഗ്രൂപ്പ്, വസ്ത്രവ്യാപാരം, ചികിത്സ, ദുരിതാശ്വാസ ഫണ്ടുകൾ, വിദ്യാഭ്യാസ കരിയർ ഗൈഡൻസിലെ കരിയർ, കോടികളുടെ ട്രസ്റ്റുകൾ, പ്രസ്ഥാന പത്രത്തിലെ ഷെയറുകൾ അപ്രത്യക്ഷമാകുന്നത്, ബൈത്തുൽ സക്കാത്ത്, ബൈത്തുൽ മാല് കൊണ്ടുള്ള ബൈത്ത്, ആട്, തേക്ക്, മാഞ്ചിയത്തിന്റെ ആലുവ, ചെമ്മീൻ മോഡൽ തുടങ്ങിയവ ഏത് മനുഷ്യന്റെ അന്തസ്സ് ഉയർത്താനാണെന്ന് ജമാഅത്ത് നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. ഇതൊക്കെ ചന്ദ്രികയിൽ എഴുതാണ്. ഇത് എഴുതാനൊരു കാരണമുണ്ട്. കുഞ്ഞാലിക്കുട്ടീനെ മോശാക്കി എഴുതിയതുകൊണ്ടാ അമീർ കുഞ്ഞാലിക്കുട്ടീന്റെ പേരിൽ അപരാധം പറഞ്ഞുകൊണ്ട് ചന്ദ്രികക്ക് ഹാലളുകിയതാണ്. അങ്ങനെ കുറച്ചൊക്കെ ഹാലളുകയും വേണോ? അപ്പോ എന്നിട്ട് ഇവർ കോണോമ്പാറ തങ്ങളവിടെ പിരിവെടുക്കുന്നതാണ്. ഒരു മൗലവി, മുജാഹിദിന്റെ ഒരു മൗലവി പ്രസംഗിക്കുന്നത്, ഞാൻ നിർത്തുകയാണ്, മുജാഹിദിന്റെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് സുബ്ഹാനല്ലാഹ് എന്താ പറയുന്നറിയോ? കോണോമ്പാറ തങ്ങളെ ചങ്ങലക്കിടണോ, ഖലീൽ തങ്ങളെ ചങ്ങലക്കിടണോ? അത് വെച്ചു കൊടുത്താ മനെ. നിങ്ങൾക്കറിയുമോ മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടുപോയത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന അത്രയും അടിക്കില്ല പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം റുപ്യ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് നിന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും നരകത്തിലെത്തൂ. അപ്പോ ഖലീൽ തങ്ങൾ എന്താ വേണ്ടി? യുവാക്കളോട് മൂപ്പര് തീവ്രവാദം പഠിപ്പിക്കുക. മുജാഹിദിന്റെ യുവാക്കൾക്ക് പിടിച്ചുകൊണ്ടുപോയി ചങ്ങലൊക്കെ ഇട്ടിട്ട് ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടു കൊടുക്കണോ? ചങ്ങല കൊണ്ട് ഇടാണ്ട് തന്നെ ഭക്ഷണങ്ങളെ കൊണ്ട് നമ്മളവിടെ കൊണ്ടിരുത്തിക്കും. തങ്ങന്മാർക്ക് ഭക്ഷണം സർവ്വ മുജാഹിദികൾ കൊണ്ട് അവിടെ കാൽക്കൽ കൊണ്ടിരിക്കും. ഞങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതേ ചങ്ങാതി ഇപ്പൊ 500 റുപ്യ പിരിവ് ചോദിക്കുന്നു, നിന്ന സ്ഥലത്തിന്റെ പൈസെങ്കിലും നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നു. ഖലീൽ തങ്ങൾ പിന്നെ സ്ഥാപനത്തിന്റെ സംഖ്യ പിന്നെ എന്താ ഉണ്ടാക്കുക? മൂപ്പര് കട്ടുകൊണ്ടുവരാനാ? അല്ലെ ഇവരെ പോലെ സക്കാത്തിന്റെ പൈസ പിരിച്ചിട്ട് കൊടുക്കാനാ? അല്ലെ പലിശ വാങ്ങാനാ? പിരിവെടുക്കാന്നല്ലാതെ ഇഷ്ടമുള്ളവരെല്ലാം അത് കൊടുക്കണോ? എന്റെ മൂപ്പര് എറണാകുളത്തുള്ള ആളത്തിലായിരിക്കും കൊടുക്കാൻ. അതിന്റെ വയനാട്ടിലെ മലയിലുള്ള ആൾ ഇവൻ കാണാഞ്ഞേ അയാളത്തിലായിരിക്കും കൊടുക്കുക. എറണാകുളത്തുള്ള എത്ര കൊടുക്കാൻ? എന്നാ ഇതേ മനുഷ്യൻ പെണ്ണുങ്ങളെ പീന്ന് കാണണോ? അതേ പ്രസംഗത്തിൽ ഇത് പള്ളിന്ന് പ്രസംഗിച്ചതാ, പള്ളിന്ന് റമദാനിൽ പ്രസംഗിച്ചാണ്. അതേ മനുഷ്യൻ അപ്രസംഗത്തിന് മുജാഹിദിന്റെ പെണ്ണുങ്ങളെ പീന്ന് കാണണം. നിങ്ങൾക്ക് അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. പീഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് പൈസ അല്ല, പൊന്ന്. സ്ത്രീകൾ പലപ്പോഴും
ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് കേട്ടോ, ഖലീൽ തങ്ങൾ സലാത്തി ചൊല്ലിയിട്ട് പിരിവെടുക്കുമ്പോ ഞങ്ങളൊക്കെ എടുക്കാറുണ്ട് പിരിവ്. ജനങ്ങളെ നമുക്ക് അള്ളാനോട് ദ്വാരക്ക, സ്വർഗം തരാനും നിങ്ങൾക്ക് നിയമത്ത് തരാനും രോഗമാർഗം ദ്വാരക്കാന്നേ പറയുള്ളൂ. ഇവർ ഓഫറാ. മൗലവി പറയാ സ്വർഗം വേണോ സ്വർണം വേണോ? മൂപ്പരെ ഏൽപ്പിച്ചല്ലേ ഇത് കൊടുക്കാനേ. ഏയ്, സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി സ്വർഗം വേണോ സ്വർണം വേണോ? 5 പവന് അരഞ്ഞാണോ എല്ലാം ബക്കറ്റിലും കിട്ടോളി. ഇയാളാ പറയുന്നത് അതേ പ്രസംഗത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒന്നും കൂടി കേട്ടോളി. ഇയാൾ എന്നെ പറയുന്നത് വലിയ പൈസ ആണെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നാ മതി. അതൊന്ന് കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കണ്ടില്ലേ, മൂപ്പരായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കുക പെണ്ണുങ്ങൾ. നല്ല കോളായി. പിന്നെ ഇനി വേറൊരാള് പെരുന്നാളിന് പെണ്ണുങ്ങളോട് പിരിവെടുക്കുന്നു. അയാളെന്നാ എന്നാ വെച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അപ്പൊ ആഭരണങ്ങളൊക്കെ ബക്കറ്റിൽ കൊടുക്കണമെന്നാ പറയും. എന്നിട്ടോ ആലിമീങ്ങളെയും തങ്ങന്മാരെയും ചോദ്യം ചെയ്യാം. ഇനി നിങ്ങൾക്കൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു, ഇവരെ ഒരു കഥ ഇതിപ്പോ നമ്മൾ കേട്ട് പറഞ്ഞാൽ ഇതെവിടെയാ തീരുക? എവിടെയാ ഇത് തീരുക? സുബ്ഹാനല്ലാഹ്. ഇവരെ അന്ധവിശ്വാസം കേൾക്കണം നിങ്ങൾക്ക്. ഒരു മൗലവി ശൈത്താൻ ഇളക്കാൻ പോയി. എങ്ങനെയാ ശൈത്താൻ ഇളക്കാൻ പോയോ? മുജാഹിദിന്റെ മൗലവിന്ന് കേൾക്കണം നിങ്ങൾക്ക്. ഒന്ന് വെച്ചു കൊടുത്താ മോനെ. സുബ്ഹാനല്ലാഹ്. നമ്മളെ കരിമ്പിലാക്കലൊന്ന് പറയട്ടെ. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? 2 സ്ഥലത്ത് 2 ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല. കാരണം എന്താ? സ്കൂളും തികഞ്ഞിട്ടില്ല, മദ്രസയും തികഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കുകയാണ്. എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ അളകണം കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്. ഏത്? ഈ വിരലിന്മേലാണ് ജിന്ന്. നീ എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടവണ്ണയിലെ മുണ്ടേങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറിയിരുന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വൃത്തികെട്ട സംഗതികൾ. ആ കയറി ഇരുന്നപ്പോ ആങ്ങളമാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ എത്തിയപ്പോ ജമാൽ രക്ഷപ്പെട്ടു. ഇതെന്തിന്റെ പേരില? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നമ്മൾ പണ്ട് കേട്ടത് വേറെ പലതിന്റെയും പേരിലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. കേട്ടില്ലേ? എന്തുകൊണ്ട് മുജാഹിദായി എന്നല്ല പറഞ്ഞത്, എന്ത് കണ്ട് മുജാഹിദായി എന്നാ പറയേണ്ടത്. അതും ഒരു മുജാഹിദാ ആ പറയുന്നത്. എന്നാലേ ആ സംഭവം ഇവർക്ക് നിഷേധിക്കാൻ കഴിയോ? ഇവരുടെ നേതാവ് തന്നെ ജമീല ടീച്ചർ ഈ പെണ്ണുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത്, എന്നിട്ട് അവൾ ആ സംഭവം പറയുന്നുണ്ട്. ഈ പെണ്ണിനെ ജമാൽ ചെയ്ത തോന്നിവാസം, കാലിന്റെ മേലെ കയറി നിന്നിട്ട് അടിച്ചു പെൺകുട്ടീനെ. എന്നിട്ട് ആ വിവാഹമോചനം നടന്നു. ആ വിവാഹമോചനായി പോയി. മുജാഹിദിന്റെ നേതാവ് ജമാൽ ചെറുവാടി
അത് ഞാൻ വെറുതെ പറയാണോ? എന്നിട്ട് ഇവര് നമ്മളെ പേരിൽ അന്ധവിശ്വാസം വെച്ചിട്ടെന്ന് ഏത് യുവതിയായ പെണ്ണിന്റെ കാലിന്റെ തുറമെ കയറി അടിക്കുന്ന മൗലവിമാരെ, മുജാഹിദിന്റെ മൗലവിമാര് നിഷേധിക്കാൻ കഴിയോ? ഇവർക്ക് നിഷേധിക്കാൻ കഴിയോ? എന്നാ അത് കേട്ടോ നിങ്ങൾ. ഒന്ന്, ഈ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ മുജാഹിദിന്റെ മൗലവി തന്നെയാണ് വിശദീകരിക്കുന്നത്. ഒന്ന് അതിന് ശേഷം വിശദീകരിക്കുന്നത് ഈ ജമീല ടീച്ചറാണ്. രണ്ടും ഒന്ന് ഒരു മുജാഹിദാണ്, ഒന്ന് മറ്റേ മുജാഹിദാണ്. അതാ ചങ്ങാതി. പ്രശ്നം ജിന്നി കയറിയതാണെന്ന് കണ്ടെത്തുന്നു. 17-കാരിയായ പെൺകുട്ടിയെ ജമാലിന്റെ ചെറുവാടിയിലുള്ള ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്നു. തുടർന്ന് ജിന്നിറക്കലും അടിക്കലും തൊഴിക്കലുമായി നടന്ന സംഭവങ്ങൾ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ കൂടിയായ എ അബ്ദുൽ അസീസ് മദനി വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ, അവളെ മുണ്ടേങ്കര നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നൗഷാദ് അവളെ സംബന്ധിച്ച് പല പ്രചരണങ്ങളും നടത്തി. ഏറ്റവും പ്രധാനമായി അവൻ ആരോപിച്ചത് ഭർത്താവിനെ അവൾ അനുസരിക്കുന്നില്ല, അവൾക്ക് മാനസികമായ അസുഖമുണ്ട് എന്നതായിരുന്നു. അങ്ങനെ ആദ്യം ഡോക്ടറെ സമീപിച്ചു. ഡോക്ടറെ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞത് അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമല്ല, പക്വത എത്തിയിട്ടില്ല, അത് പ്രശ്നമാക്കണ്ട എന്നും പറഞ്ഞ് വിട്ടു. വീണ്ടും ഒരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടറും അതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. പിന്നീട് കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ജമാൽ ചെറുവാടിയുടെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോയി. ആ സമയത്ത് അവളുടെ ഉമ്മയും അവളുടെ ഉപ്പയും കാറിൽ കയറി. അപ്പോൾ ഈ ഭർത്താവ് അവരോട് കുറെ നിങ്ങൾ പോരേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവർ കാറിൽ കയറി പോയി. അങ്ങനെ ജമാൽ ചെറുവാടിയുടെ ആ വീട്ടിൽ എത്തി. അവരെത്തിയ ഉടനെ ഉമ്മയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. അവളുടെ ഉപ്പയെ പുറത്ത് നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ജമാൽ ചെറുവാടിയും അതുപോലെ ഇവളുടെ ഭർത്താവും ഇവളും മാത്രം ആ റൂമിൽ കതവ് കൊട്ടി അടച്ചു. എന്നിട്ട് കുറെ അടിച്ചു. ഇവിടെ 2 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ 2 സംഭവങ്ങളുടെയും മുന്നിൽ എടവണ്ണ ജമീല ടീച്ചർ തന്നെ എന്തു പറയണമെന്ന് സൂചിപ്പിക്കുകയാണ്. ചെറുവാടി ചെന്ന് വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരെ ബെഡ്റൂമിൽ ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ചെയ്യുന്നാവുന്ന പറഞ്ഞ ഒരാള് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാൾ വീട്ടിൽ കൊണ്ട് ഇയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുട്ടിയോടൊന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നിർക്കുന്ന ഒരാൾ പറഞ്ഞ് വിശ്വസിക്കാൻ ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് വിരലെടുക്കാൻ പറഞ്ഞു. ഈ ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിന്റെ കാലിന്റെ തുടക്കും കയ്യിനും തുടക്കും കയ്യും. സാധാരണ സുന്നി മൂലയാക്കന്മാര് ചൂരലോണ്ട് അടിക്കുള്ളൂ, ഒരു അന്യസ്ത്രീയെ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിച്ചത്. അടിച്ച് ഈ കുട്ടീൻ്റെ ഭയങ്കരമായ കരച്ചിൽ കേട്ടപ്പോൾ ഈ കുട്ടിൻ്റെ ഉപ്പ ഒരു പച്ച പാവം മനുഷ്യനാണ്. കാലിന് ആദ്യ സ്വാധീനമില്ലാത്ത ഒരാൾ, പിന്നെ ഒരു അപസ്മാര രോഗിക്ക് ഇതിന് പറയാനൊന്നുള്ളൊരു തൻ്റെ ഇടമില്ല. ഇയാളവിടെ സിറ്റൗട്ടിൽ തലമില്ലി വീണ് തന്നെ, ഭാര്യ അടുക്കളയിൽ വീണ്. ഏതായാലും കുറച്ച് തകരാറുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ശരീരം ആകെ പാടങ്ങനെ പാടുകൾ. കുട്ടിക്ക് ശരിക്കും എഴുന്നേക്കാൻ തന്നെ കഴിയണില്ല. വാഹനത്തിൽ. ഇനി അയാളെ വിശദീകരണം ഒന്ന് കേട്ടോളികൾ. ആരെ ഒലവിയിടല്ലോ, അയാള് അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞറിയോ? ഞാൻ ഒരു കൗൺസിലർ ആയതുകൊണ്ട് അന്നേരം നടന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റൂല. അതൊന്ന് വെച്ചോടുത്ത. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ
ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന, മനസമാധാനം കിട്ടുന്ന, കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത്. ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എന്റെ വീട്ടിലേക്ക് വന്നു, എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു VC തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ VC തന്ത്രം എന്നറിയോ? അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ല. അതൊന്ന് പുറത്തു പോവർക്ക് പറയാൻ പറ്റില്ല. പിന്നെ കൗൺസിലർ അല്ലാതെ ഇപ്പം അതിന് കൗൺസിലറാകാൻ ഇയാൾക്ക് വല്ല യോഗ്യതയുണ്ടോ? അത് മറ്റേ മൗലവി എന്ന് പറയട്ടെ മോനെ. ഇപ്പൊ മൂപ്പർ എന്താ പ്രസംഗിച്ചത്? ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് എന്ന്. നോക്കൂ, എനിക്ക് നന്നായിട്ട് അറിയാം ജമാൽ ചെറുപാടിയെ, കണ്ണൂട്ടി അറിഞ്ഞാളാ. കൗൺസിലിംഗ് നടത്താറുണ്ട് മനുഷ്യന്മാര്. കൗൺസിലിംഗ് നടത്താൻ അതിന് വേണ്ട വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉണ്ട്. ജമാൽ ചെറുപാടിക്ക് എന്ത് യോഗ്യത ഉള്ളത്? മാത്രമല്ല, കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂട്ടരെ? അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തർക്കമില്ല. ജമാൽ ചെറുപാടിക്ക് അറിയാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം, ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലർ അല്ല സുഹൃത്തുക്കളെന്ന്. നല്ല കുടുംബ ബന്ധം ചേർത്തല. മുണ്ടാങ്ങരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ ഇപ്പൊ നടക്കുന്നത്? 2 വിവാഹമോചനം നടന്നു. കുടുംബ ബന്ധം ചേർത്താനാണ് അത്ര കൗൺസിലിംഗ് നടത്തിയത്. വിവാഹമോചിതരായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു, മുടക്കാച്ചരക്കായി. മറ്റോനോ ഓനും പെണ്ണിട്ടുന്നില്ല, ഓന് പെണ്ണും കിട്ടുന്നില്ല, ഇവള് മുടക്കാച്ചരക്കുമായി. ഇതാ വിവാഹബന്ധം റെഡിയാക്കല് കൗൺസിലിംഗ് നടത്തിയിട്ട്. മുജാഹിദിന്റെ നേതാവല്ലേ ഇത് ചെയ്തത്? ഇവിടെ സമുദായം മനസ്സിലാക്കണത്. സുബ്ഹാനല്ലാഹ്. ഇനിയോ ഇവരുടെ ഇബ്നു തൈമിയ ഏറ്റവും വലിയ നേതാവ് എന്ന് പറഞ്ഞില്ലേ, അയാളെ സംബന്ധിച്ച് അയാളെ ശിഷ്യൻ തന്നെ തിബുൻ നബിയുടെ ഈ കിതാബ് പറയുന്നത് എന്റെ ഉസ്താദിന് ബടിയെടുത്തിട്ട് ശൈത്താൻ കുടികളൊക്കെ അടിച്ചിറക്കലാണ്. അങ്ങനെ അടിച്ചിറക്കൽ വളരെ ആവശ്യമാണെന്ന് ഇവർ തീരുമാനിച്ചു മുജാഹിദീങ്ങൾ. എന്നിട്ട് ഇവരെ ഒരു നേതാവ് പറയുന്നത് ഡോക്ടർമാരെ കണ്ടാ പോരാ, പിന്നെ അതിന് വേറെ ചില ചികിത്സയും വേണോ. ഡോക്ടർമാര് പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങനെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും. ഡോക്ടർമാർ പറയും, വലിയ വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാര്, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ പറയും. അതെങ്ങളെ ചില ആളെടുത്ത് അങ്ങനെ മുജാഹിദിന്റെ മൗലവിമാരെടുത്ത് കൊണ്ടുപോയിട്ട് നടന്ന സംഭവമാണിത്. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇനിയുണ്ട് കുറേ പറയാൻ, ഞാൻ നിർത്തുകയാണ്. ഇനി ഇങ്ങനൊക്കെ ഇവര് തന്നെ പഠിപ്പിച്ചിട്ട് ഇവര് തന്നെ ജിന്ന് ഇറക്കൽ കേന്ദ്രം ഉണ്ടാക്കിയിട്ട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കൊണ്ടുവന്ന് കാലിന്റെ തുടക്ക് അടിച്ചിട്ട് വിവാഹബന്ധം മുറിഞ്ഞതാണ് ഇപ്പൊ കാണിച്ചത്. പോകണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെയും പോയിട്ട് അന്വേഷിക്കണം, ചെറുപാടി പോയി അന്വേഷിക്കണോ, മുജാഹിദിന്റെ മൗലവിമാരെ അന്വേഷിക്കണോ, എന്തൊക്കെയാ ചെയ്യുന്നത്. വെറും കള്ളത്തരിക്ക് തരം മാത്രം പിടിച്ചാൽ പോരാ, മുജാഹിദ് മൗലവിമാരെയും പിടിച്ച് അന്വേഷിക്കണം, ജമാഅത്ത് ഇസ്ലാമിക്കാരെയും പിടിച്ച് അന്വേഷിക്കണം, എല്ലാവരും പിടിച്ചു. സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ, ഇസ്ലാം ദീനെ നശിപ്പിക്കാൻ പല കോലത്തിലും വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇവരുടെ ഈ പുസ്തകങ്ങളും വായനകളും ഇതൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണ്, നിങ്ങൾക്ക് കേൾക്കണോ, ഒരു പെണ്ണ് ഓളെ ഒരാള് അടിച്ചോലു, എന്തിന്? ചെറുത്താനുണ്ട് എന്ന് വിചാരിച്ചിട്ട് പെണ്ണ് പറയാം എനിക്കൊരു ചെറുത്താനുമില്ല, അടി പൊറുക്കാണ്ടായപ്പോ ഞാൻ പറഞ്ഞു 4 ആളുണ്ട് എൻ്റെ മേത്ത്, എൻ്റെ മേല് 4 ആളുണ്ട്, എനിക്കൊ തടിയെടുക്കണ്ടേ അതെന്ന് വെച്ചോട്ടവനെ. പെണ്ണ് പറയുന്ന സങ്കടം എന്താണ് ചോദിച്ചതിന് സമാധാനം പറയാത്തതെന്ന് വെച്ച് ആദ്യം ഒരു തല്ലി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇല്ല. പിന്നെ മൂപ്പർ പറയുകയാണെങ്കിൽ ഈ പുല്ല് തല്ലുമ്പോൾ ഈ വലിയ ചൂരലുകൊണ്ട് ചലങ്ങും ഒന്ന് ഉയ്യാനുള്ള അവസരം, ഇവിടെ ഉയ്യുമ്പോൾ ഇവിടെ തല്ല ഇവിടെ എന്താ. അപ്പോൾ അങ്ങനെ തച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇല്ല കേട്ടോ, ഞാൻ കരഞ്ഞ് പറഞ്ഞിക്കുണ്ടോ നാളോട്, എനിക്കൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ പറയും എനിക്കൊന്നുമില്ലാന്ന്, എനിക്ക് ഇന്നെ തല്ലണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ പറഞ്ഞ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ അതും പറയൂ, അതിൽ അങ്ങേപ്പുറവും പറയുള്ളൂ. അതായത് നിങ്ങൾ എന്ന് പറയുന്നത് ഞാനല്ല, ശരീരത്തുമ്മലുള്ളതാ പറയുന്നത്, പിന്നെ എന്ത് ചെയ്യാൻ, എന്നിട്ട് രക്ഷമില്ലല്ലോ. അപ്പം ഞാൻ തങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഞാനതനുസരിച്ച് ഈ 4 എണ്ണം എൻ്റെ ശരീരത്തുമ്മലുണ്ട് എന്ന് പറഞ്ഞു. 8 മൂർത്തിയും കാളഭൈരവനും ആകാശഭൈരവൻ, ഇത് 3 എണ്ണവും പോയി. അമ്പലത്തിൽ കാണ്, പാലമേൽക്കാണ്. അന്നേരം ഓരോ തല്ലിനും ചോദിക്കുന്നുണ്ട് വേറെ ആരോ ശരീരത്തുമ്മലേക്ക് പോകുമോ ഇല്ല, ഇതൊക്കെ സമ്മതിച്ച് ഞാൻ. ഇനി ഇതുപോലെ ഈ കുട്ടീനെ അടങ്ങാറാക്കിയോണ്ട് വേറെ ആരോ ശരീരം അതൊന്നുമില്ല, ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ പാലമേൽക്കാണ് പോയത്. ഏതായാലും കാവിലേക്ക് ഈ അങ്ങനെ അതൊക്കെ കേട്ടിട്ട് പറഞ്ഞോണം. ഇടയ്ക്കിടയ്ക്ക് തങ്ങളടുത്ത് പോകുമ്പോൾ കേൾക്കലുണ്ട്, ഇളക്കി പറഞ്ഞയക്കണം. പിന്നെ അന്നാണ് ചക്കും കടവിൽ
അടുത്ത വയൽവൊക്കെ പോരയിൽ എനിക്ക് ഓർമ്മയുള്ള 3 ജിന്നുണ്ട്, ഇളകി പറയുന്നൊക്കെ കേൾക്കലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 100 പുരയിലൊന്നല്ല, സ്വന്തം പുരയില്ലാത്തതും കൊണ്ട് 100 പുരയിലൊന്നല്ല ജീവിച്ചു. അതിനെക്കൊണ്ട് അപ്പൊരയിലും ഇപ്പൊരയിലും ജിന്ന് ഇങ്ങനെ ഇളകി പറഞ്ഞൊക്കെ കേട്ടല്ല തയക്കമുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളൂന്ന് അറിഞ്ഞ് അങ്ങനെ ഈ 3 എണ്ണവും പോയാരെ. പിന്നെ ഇബ്നു ഹാജറിനാണ് ജിന്ന് മൂപ്പര് പേരൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ജിന്ന്, അപ്പം ജിന്തിനാണ് ഈ ശരീരത്തുമ്മൽ കൂടിയെന്ന് വെച്ചാൽ പറഞ്ഞു ഈ കുട്ടീനെ, ഞാനാണേ പറയുന്നത് കുട്ടി ഈ കുട്ടീനെ രക്ഷിക്കാനാണെന്ന് അറിഞ്ഞ് കൂടിയത്. അങ്ങനെ രക്ഷിക്കാൻ കൂടിയെന്ന് അറിഞ്ഞ്. അപ്പോൾ അതിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ അന്യ പുരുഷന്മാരൊന്നും കാണാണ്ട് വിവാദത്ത് കൂടെ നിൽക്കണം, നിസ്കരിച്ച് നിസ്കാരപ്പായം മക്കനെ ഇട്ടുങ്ങാഞ്ഞ് അന്നൊക്കെ അത്രയും പറയാനുള്ള ഓർമ്മ പോലെ പറയുകയാണ്. ഇങ്ങനെ വിവാദത്തിൽ നിൽക്കണം, പിന്നെ അന്യപുരുഷന്മാരൊന്നും കാണാണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും 3 എണ്ണം പോയ ഇത് ഒഴിവാക്കി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിച്ച് എന്താണ് ഈ കുട്ടീനെ കെട്ടിക്കാൻ സമ്മതിക്കാത്തത്, ജിന്നിനോടാണ് ചോദിച്ചത്, എന്താണ് ഈ കുട്ടീനെ കെട്ടിക്കാൻ സമ്മതിക്കാത്തതെന്ന് വെച്ചപ്പോൾ ഇവർ ഇങ്ങനെ കെട്ടാലോചിച്ച് ഞാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു 22 വയസ്സായിട്ട് കെട്ടിച്ചാൽ മതി, അതിലിടക്ക് വിവാഹം വേണ്ടാന്ന് ഇന്ന് പറഞ്ഞ്. ഞാൻ പിന്നെ തങ്ങളും കഴിച്ചിലായി, തല്ലുന്ന് ഞാനും കഴിച്ചിലായി. കൊണ്ടുപോകുന്ന ആൾ രക്ഷപ്പെട്ട് ആ റൂമിൽ നേതാരും ഞാനത് പറഞ്ഞുകൊണ്ട് പഠിച്ചോ. എനിക്ക് അന്നേരം അങ്ങനെ തോന്നിച്ചു തന്നാണ് അതൊക്കെ പറയാം. കല്യാണം 22 വയസ്സാണ് ഞാൻ പറയാൻ കാരണം എനിക്കന്ന് 16 വയസ്സായിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഈ പറഞ്ഞ് നിശ്ചയിച്ച് വെച്ച ആൾ ഈ 22 വയസ്സ് എനിക്ക് ആവുള്ളൂ കല്യാണം കഴിക്കാൻ എടുക്കൂല. അതാണ് 22 വയസ്സായിട്ട് കെട്ടിക്കാൻ മതി. ഓർമ്മയില്ല, തീരെ കെട്ടിക്കാൻ പറയാനൊന്നും ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞു 22 വയസ്സായിട്ട് കെട്ടിച്ചാൽ. അപ്പോൾ പിന്നെ തങ്ങൾക്കും സമാധാനമായി, ഉള്ളതൊക്കെ നീര് വരണം. അങ്ങനെ പോകുന്നതായിരുന്നു. പിന്നെ ജിന്നായി ഞാൻ പുരയിൽ വന്ന് ഇരുട്ടുമുറിയിൽ ഒരു 10,000 മുതൽ നിസ്കാരക്കുപ്പായ മക്കളിട്ടുങ്ങാൻ അങ്ങനെ ഈ ഭാഗത്തോടു കൂടി തന്നെ ജീവിച്ച്. അപ്പോ ഇവരുടെ ഈ പുസ്തകങ്ങളും ഇവരുടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പെണ്ണിനെ വെറുതെ ഒരു തങ്ങൾ എന്ന് പറയുന്ന ആൾ അടിച്ചു എന്നാണ് ഇവൾ പറയുന്നത്. അങ്ങനെ അടിച്ചിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല, അതിന് നോക്കും ജിന്നുമില്ല ചെയ്ത്താനുമില്ല ഒന്നുമില്ല. ഇയാൾ പറയുന്ന 4 ആളുണ്ട് ശരീരത്തിൽ, 3 ചെയ്ത്താനാ, 1 ജിന്ന. അപ്പോൾ ഇവളെന്ത് ചെയ്തു, തടി എടുക്കാൻ വേണ്ടിയിട്ട് ഓള് പറഞ്ഞു പോലും 3 ആൾ ഞാൻ പോയിക്കോളാം, 3 ആൾ ഞങ്ങൾ പോയിക്കോളാം അടിക്കിട്ട് പറഞ്ഞേ. അവസാനം കൂടി പോയി എന്ന് പറഞ്ഞു. പിന്നെ അതിന് ജിന്നാള് എനിക്കെന്താ വേണ്ടത് വെച്ച്, ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി, പിന്നെ പണിയെടുക്കാണ്ട് ജീവിക്കാലോ എന്നാ അവൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് പ്രകടിപ്പിക്കുകയാണ് മൗലവിമാർ. എന്നിട്ട് ഇപ്പം എന്താ ആയത്? ഇപ്പം ആയത് ജമാൽ ചെറുവാടിനെ പോലത്തെവർക്ക് യുവതികളെ കൊണ്ടുപോയിട്ട് കാഴ്ച വെച്ചു കൊടുക്കുക അടിക്കാൻ. എന്താണ് സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ പറയുന്നില്ല, 100 എണ്ണ ഇങ്ങനത്തത് മുജാഹിദിന്റെ ഓരോ സംഭവങ്ങൾ എടുത്ത് കാണിക്കാൻ ഒരു മൗലവി പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ ഈ ശൈത്താൻ ഇളക്കേണ്ടത്, എങ്ങനെയാ ഇറക്കേണ്ടത് പഠിപ്പിക്കുന്നുണ്ട്. അയാൾ ഡോക്ടറും കൂടിയാ, സുബൈർ എന്ന അയാളുടെ പേര്. അയാൾ പറയുന്നത് ശൈത്താൻ അങ്ങ് ഇറങ്ങുമ്പോൾ ഛർദിക്കുന്ന, അതിന് പല സംഭവം ഉണ്ടാവുന്ന. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ചാൽ 2 രീതികൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ആളുകൾ വരുമ്പോൾ തന്നെ ഇതിങ്ങനെ ഓരോ കെട്ടിടും. ഈ കെട്ടിടുന്ന വെറും ഭൗതികമായ കെട്ടാണ്, മന്ത്രിച്ചോ ഊത്തിയോ കെട്ടല്ല. പക്ഷെ കെട്ടുകൊണ്ടുള്ള എഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ വെച്ചാൽ, പലപ്പോഴും പോകാമെന്ന് പറയുമ്പോൾ എന്നാൽ പോവും എന്ന് പറയുമ്പോൾ കെട്ടിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞാൽ അഴിച്ചുവിടെന്ന് പറയും. അങ്ങനെ അഴിച്ചാൽ മാത്രമേ അവർക്ക് പോകാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ ഈ കെട്ടിട്ട് കഴിഞ്ഞാൽ കെട്ടഴിക്കാതെ ഷെയ്ത്താന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് കാരണം. പിന്നെ നമ്മൾ കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഒഴിഞ്ഞു കളയും. അപ്പോൾ ഒരു ലക്ഷണമൊന്നും കാണിക്കില്ല. അതുകൊണ്ട് ലക്ഷണം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കെട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ കുറേ ഓതിക്കഴിയുമ്പോഴെങ്കിലും ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുക, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈ കെട്ടിട്ടിട്ട് ഊതുക എന്നുള്ള ഷിർക്കിൻ്റെ പരിപാടികൾ അതിനകത്തില്ല. വെറും ഭൗതികമായൊരു കാര്യമാണ്. ഇതുപോലെ നമ്മളൊരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കുള്ള ഡോർ അടച്ചിട്ട് കള്ളനെ അകത്ത് തിരയുന്നത് പോലെ ഉള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ തലയിൽ കൈ വെച്ചിട്ട് വലത് ചെവിയിൽ ഓതുക. സ്ത്രീ ആണെങ്കിൽ എന്തെങ്കിലും നീളമുള്ള ട്യൂബ് പോലെ കടലാസ് ഒന്നും കൊണ്ടിട്ട്, കടലാസെന്ന് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ PVC പൈപ്പൊന്നും ഉപയോഗിച്ച് പോകുക. കാരണം ചിലപ്പോൾ ആൾ പെട്ടെന്ന് ഒറ്റ ഞെട്ടൽ ചിലപ്പോൾ മുഖം ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് കടലാസാകുമ്പോൾ കടലാസങ്ങ് ചുളുങ്ങിക്കൊള്ളുമല്ലോ. അങ്ങനെ ഓതുമ്പോൾ പെട്ടെന്ന് ഇവരിൽ മാറ്റങ്ങൾ കാണും. അവർക്കത് പിടിച്ചു വെക്കാൻ പറ്റില്ല, പല രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും ഈ രോഗിക്ക് പൈശാചികബാധകളാണ്. അപ്പോൾ സിഹിറാണെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിക്കും. ഉദാഹരണമായിട്ട് കറുത്ത നിറത്തിൽ, ചുവന്ന നിറത്തിൽ, മഞ്ഞ നിറത്തിലൊക്കെ ചിലപ്പോൾ ഛർദ്ദിച്ചത് ബാത്തിലായി പോകും. ചിലപ്പോൾ ഇറച്ചി കഷ്ണങ്ങൾ ഒക്കെ ഛർദ്ദിച്ച്, എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇറച്ചി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുജാഹിദിന്റെ ആൾക്കാർ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞൊരു കാലത്ത് നടന്നിട്ട് ഇപ്പം മുഴുവനും അംഗീകരിച്ചിട്ട് ഇപ്പം എറിഞ്ഞു നോക്കുമ്പോൾ തല മറിഞ്ഞപ്പുറമായിപ്പോയി. നമ്മളൊക്കെ സാധാരണ എറിയല്
മാങ്ങക്ക് കൊള്ളുന്ന രൂപത്തിലാ. ഇവരറിഞ്ഞപ്പോ അതിന്റെ അപ്പുറമായിപ്പോയി. ഇപ്പൊ പറഞ്ഞു എവിടെ എത്തി മൗലൈമാർ നല്ല യുവതികളായ ആളുകളെ റൂമിനുള്ളിലിട്ടിട്ട് കാലിന്റെ തുടക്കം അടിക്കുന്നിടത്തിലെത്തി. പിന്നെയോ ജമീല ടീച്ചർ എന്നെ പറയുന്നുണ്ട്, കയ്യോണ്ട് ഒരിക്കലും മൗലവിമാര് തൊടൂല. ഈ മൗലവി തൊട്ട് കയ്യോണ്ട് തന്നെ അടിച്ചത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവിടുന്നൊക്കെ പോയി. ആൾക്കാരുടെ വിവരക്കേട് ഞാൻ പറയട്ടെ. ഇപ്പോ നമ്മുടെ സ്കൂൾ പാഠപുസ്തകം ഇറങ്ങിയിരുന്നു, അതിൽ നവോത്ഥാന നായകനാണ് നേരെ പറ്റി വക്കം മൗലവിനെ പറ്റി. ഞാൻ ചോദിക്കട്ടെ, അത് എഴുതിയ ആൾക്കാർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആൾക്കാരായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആൾക്കാരാണെങ്കിലും ശരി, ഞാൻ അവരോട് ചോദിക്കട്ടെ, ഈ വക്കം മൗലവി വിഷത്തിന് മന്ത്രിക്കുന്ന ആളാണ് അയാളെ ചരിത്രത്തിലില്ലേ? നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? പിന്നെ അയാളെ നിങ്ങൾ എന്തിന് വലിയ പൊക്കിയിട്ട് കാണിക്കാൻ പോയത്? വക്കം മൗലവി വിഷത്തിന് മന്ത്രിക്കുന്ന ആളായിരുന്നില്ലേ? വിഷത്തിന് മന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളല്ല ഞാൻ സുന്നത്ത് ജമാഅത്തിന് അതിൻ്റെതായ ആശയങ്ങളുണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അതൊക്കെ നമുക്കതറിയാം. അതിപ്പോൾ ഞാനതിലേക്ക് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വക്കം മൗലവി നവോത്ഥാന നായകനായതുകൊണ്ട് അദ്ദേഹം പരിഷ്കരണവാദിയായിരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നല്ലേ ഇവർ വിശ്വസിപ്പിച്ചത്? ആ വിശ്വസിപ്പിച്ചത് തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വക്കം മൗലവി വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് എന്ന് വക്കം മൗലവിയെ സംബന്ധിച്ച് മിഷ്കാത്തുൽ ഹുദ എന്ന NV അബ്ദുസ്സലാം മൗലവി എഴുതിയ ഇതിൽ നിങ്ങൾക്ക് കാണാം. അതെ, വിഷമേറ്റാൽ അത് ഇറക്കുവാൻ മൗലവി സാഹിബിനെ കൊണ്ട് വെള്ളം ജപിച്ച് കൊണ്ടുപോവുക എന്നുള്ള സ്ഥലത്തെയും പരിസരങ്ങളുടെയും ഹിന്ദുക്കളുടെ ഒരു സാധാരണ പതിവായിരുന്നു. 995 ജൂലൈ ലക്കത്തിൽ ഈ ലേഖനം എടുത്ത് എഴുതി പദം കണ്ട് കട്ടുകളിയായിരുന്നു മൗലവിമാർ. ഇരിക്കട്ടെ, ഇനി അവിടുന്നും പോയിട്ട് സുബ്ഹാനല്ലാഹ് നമ്മളെ സക്കരിയ സലായി എന്താ പറഞ്ഞ്, ശൈത്താന് സഹായിക്കൂന്ന്, ശൈത്താൻ ഉപദ്രവിക്കൂന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ CD കയറ്റിക്കൊള്ളാം. എന്നിട്ട് മൂപ്പരെന്ത് പറഞ്ഞു? ശൈത്താന് ഭയങ്കര കൈവിട്ട് എന്ന് പറഞ്ഞു. മൗലവിമാർ എന്നിട്ട് എന്ത് പറഞ്ഞു? ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിക്കൂന്നാണ് സക്കരിയ സലായി. ആര്? ശൈത്താനെ. കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും അല്ലേ? അതൊക്കെ യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ച് കൊടുക്ക് അവിടെ കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. എന്നിട്ട് അതേ മൗലവിമാരെ കൊടുത്ത് വേറൊരു മൗലവി പറഞ്ഞ് കപ്പൽ മുങ്ങുമ്പോ ശൈത്താൻ മുങ്ങി മരിച്ചു പോകുന്നു പറഞ്ഞു. ജർമ്മനിയിൽ നിന്ന് അരമണിക്കൂറോട് മരുന്നെത്തിക്കുന്ന ശൈത്താനെ ജിന്നെ കപ്പൽ മുങ്ങുമ്പോ മരിച്ചു പോകുന്നു പറഞ്ഞു. മരണം പലപ്പോഴും ഉണ്ടാവാം. ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്ന് ചിലപ്പോൾ മരിച്ചു വരും. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു വരും. മറ്റു പലയിടത്തും ഇപ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാവാഹനം, ആ യാത്രാവാഹനത്തിൽ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങി മരിച്ചു എന്ന് വരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായെന്ന് വരും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ട് ഒരു ജിന്ന് മരിച്ചു എന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാൻ പറ്റൂല. ജിന്നിൻ്റെതായ ലോകത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് ജിന്നിന്റെ പ്രകൃതത്തെ കുറിച്ചാണ്. ഇത് നമ്മൾ പിന്നെ എങ്ങനെയാ മൂപ്പരുടെ ജർമ്മനി പോയല്? പിന്നെയോ പിന്നെ മൗലവിമാര് പറഞ്ഞ് വാഹന അപകടത്തിന് ജിന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഓരോന്നോരോന്നായി CD കയറ്റിക്കോളെ, ഇപ്പൊ സമയമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിൻ്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പം റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പോൾ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അവസാനം സക്കരിയ സലായി പറഞ്ഞ് മരുഭൂമി കുടുങ്ങിയാല് ജിന്നുകളെ വിളിച്ച് സഹായം തേടാന്നും പറഞ്ഞു. ജിന്നുകളെ വിളിച്ചിട്ട് മലക്കുകളും സഹായം ചോദിച്ചാൽ പ്രാർത്ഥനയാവൂല എന്നും പറഞ്ഞു. അതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞു. പ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാ അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം.
സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. പിന്നൊരു മുജാഹിദ് മൗലവി എന്താ പറഞ്ഞത്? മേശ പിടിച്ചിടും അതിൻ്റെ ഉള്ളിൽ ജിന്ന് കുടുങ്ങി പോകുന്നത്. അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെ എടുത്തങ്ങൾ ഒഴിച്ചപ്പോൾ ജിന്നിന്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകുക. അല്ല തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിന്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകുക. നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടായി ചോദിച്ചാൽ എന്തിനാ എന്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക. ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ. സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയാണ് പേരോട് കാഫറാണ്, പേരോടെ കൊണ്ടുവരുന്നവരും കാഫറാണ്. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. ഒരു മുജാഹിദ് പ്രവർത്തകൻ വന്നിട്ട് അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും പ്രസംഗിച്ച പോലെ കല്ലെറിയും. പേരോട് വന്ന് പ്രസംഗിച്ചാലോ ഉസ്താദിനെ തോളിലിങ്ങനെ ഏറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടു. അല്ല പറയാ ഒരു പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ്. അപ്പോ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ് പേരോട് ഇങ്ങനെ കൊണ്ടുവന്ന ആള്. പിന്നെയോ നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് കേട്ടോ? ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാർ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേശ് തങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊടുത്താതെ മാറിയുന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അവ ശിഹാബ് തങ്ങൾ ശിർക്കിന്റെ ആള്, തങ്ങന്മാരൊക്കെ ശിർക്കിന്റെ ആള്, മുശ്രിക്കീങ്ങള്. അതേസമയത്ത് ഈ അഹമ്മദ് സാഹിബ് ഒരു പുസ്തകം എഴുതി. അതിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വെച്ച് പാണക്കാട് നേരത്തെ വഫാത്തായി പോയ പാണക്കാട് പൂക്കോയ തങ്ങൾ മഹാനവറുകളുടെ വീട്ടിൽ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പാണക്കാട് പൂക്കോയ തങ്ങളുടെ കറാമത്ത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ മാറിയതാണ് ഈ അഹമ്മദ് സാഹിബ് ഞാൻ അറിയുന്ന നേതാക്കൾ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ പറയും. അതേസമയത്ത് ഇതേ മുജാഹിദ് എന്നെ തങ്ങൾ കാഫറാണെന്ന് പറഞ്ഞ യോഗത്തിൽ ചിലപ്പോൾ ഉണ്ടാവും ഇതേ ഈ അഹമ്മദ് സാഹിബ് എന്നെ ചിലപ്പോൾ പോയിട്ട് പ്രസംഗിക്കുന്നുണ്ടാവും. നമുക്കതിന്റെ വൈരുദ്ധ്യം മനസ്സിലാവുന്നില്ല. തങ്ങന്മാര് മുഴുവൻ മുസ്ലിക്കാണെന്ന് പറഞ്ഞ ആളുകളുടെ സമ്മേളനം എങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾക്ക് കേട്ടോ മുഴുവൻ സുന്നി മുസ്ലിം അല്ല സക്കരിയ സലാഹി. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഇവിടുത്തെ സമസ്തക്കാര് APEK ആന ടൈഗർ ഏതായിക്കോട്ടെ ഒരൊറ്റ ആൾക്കും തെളിയിക്കാൻ കഴിയില്ല റസൂലും സഹാബത്തും പഠിപ്പിച്ച ദീനിലാണ് അവർ നിലകൊള്ളുന്നത് എന്ന്. അപ്പൊ ഒരൊറ്റ ആളുകളും സുന്നികൾ എന്തെല്ലാം സാഹബത്തും പഠിപ്പിച്ച ദീനില്ല. എന്നാ ബാലനെ പറ്റി ഒന്ന് പറയട്ടെ. ബാലൻ യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കേട്ടില്ലേ? ബാലേട്ടൻ മുസ്ലിം, മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞോ കാഫിർ. സുബ്ഹാനല്ലാഹ്. എനിക്കൊന്ന് കേൾക്കണോ? ഇതേ മൗലവി എന്നെ പറയുന്നത് മുഹമ്മദ് നബി സുന്നിയന് വഹാബി അല്ല എന്ന് വെച്ചു കൊടുത്താ നമ്മുടെ കഥ കഴിഞ്ഞല്ലോ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനായി. കേട്ടില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സുന്നിയാണ്. മൂപ്പരാ അഭിപ്രായക്കാരൻ. ഞങ്ങൾ ആ നബിന്റെ അനുയായികളാണ്. ആ നബി ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ലോകത്ത് തുല്യതയില്ലാത്ത ഭംഗിയുള്ള നേതാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോയ ബുറാഖ് എന്ന വാഹനം കോടികൾ കൊടുത്താൽ കിട്ടാത്ത വാഹനവുമാണ്. എന്നാൽ മുജാഹിദിന്റെ നേതാവ് ആരാന്നൊന്ന് കേട്ടോളികൾ. വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? എന്നെ എങ്ങനെയായി പോയത്? ഞങ്ങൾ അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായിയേ അല്ല. ഞങ്ങൾ ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ഒരു വിഷയമില്ല. ഇവരെ പ്രസിഡന്റ് പറയുന്നത് തെറ്റും ശരിയൊന്നും നിങ്ങൾ നോക്കണ്ട, ആഖിറത്തിലെത്തി നമ്മളായിക്കോളൂ. അതെന്ന് വെച്ചു കൊടുത്താൽ ബഹുമാനായ TP അബ്ദുൽ ഖാദർ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്.
നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമീഅത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. കേട്ടില്ല നിങ്ങൾ ആഹ്റത്തിലും അള്ളാഹിനോട് പറയാൻ ഞങ്ങളെ പണ്ഡിത സംഘടന കേരള ജമീയത്തിനോട് പറഞ്ഞിട്ടാണ് ഏറ്റെടുക്കാൻ നമ്മൾ റെഡിയാണ്. ഭയങ്കര സ്വാധീനമായി ഇവർക്ക് പടച്ചോന്റെ അടുക്കൽ. മഹസറയിൽ എന്താ സ്വാധീനം അറിയോ? എന്നാൽ ഇവർക്ക് ഒരു സ്വാധീനം ഉണ്ടാവില്ല എന്ന് മറ്റേ മൗലവി പറയട്ടെ. ഇന്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടു ഞാൻ ഏറ്റോളും ഏൽക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും എന്നാ മറ്റേ മൗലവി പറയും. അതിന് കാരണമുണ്ട്, പ്രസിഡന്റിന് താടിയില്ല. അപ്പൊ ഇയാൾ പറയുന്നത് താടിയില്ലാത്തവരൊക്കെ വളരെ മോശക്കാരാണ് എന്നാണ് ഇയാളെ അഭിപ്രായം. ഇയാൾക്ക് ഭയങ്കര താടിയുണ്ട്, പക്ഷെ താടി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഈമാനും തഖ്വയും ഇല്ലാതെ താടി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി എന്താ അയാളുടെ പേര്? ഒരു സിംഗ്. നമ്മളെ പ്രധാനമന്ത്രിയോ മൂപ്പരും ദ്വാരപ്പിക്കാർക്ക് പറ്റൂ തോന്നുന്നു കണ്ടാൽ. താടിയുള്ളത് കൊണ്ട് മാത്രം മനുഷ്യൻ രക്ഷപ്പെടുവോ? ഈമാനും തഖ്വയും ഇല്ലാതെ? മതപരമായിട്ടാണ് ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രിയാവില്ല എന്നുള്ളതല്ല. ഇനി സുബ്ഹാനല്ലാഹ്, ഞാൻ നീട്ടുന്നില്ല. ഇവര് പറയുന്നത് സിനിമാ നടനെ കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല, തങ്ങന്മാരെ ബർക്കത്തിന് കൊണ്ടുവരാൻ പറ്റൂല. തങ്ങന്മാരെയും പബ്ലിസിറ്റിക്ക് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഉദ്ഘാടനത്തിന് സിനിമാ നടനെയും കൊണ്ടുവരാൻ. ചില സ്ഥലത്തൊക്കെ സിനിമാ നടന്മാരെ കൊണ്ടുവരും, ആളെ കിട്ടാൻ വേണ്ടി കൊണ്ടുവരാം. ഒന്ന് മമ്മൂട്ടി, അടുത്ത മോഹൻലാൽ, രണ്ടുകൂട്ടർ നമ്മളെ കടയിൽ വരട്ടെ. പബ്ലിസിറ്റിക്ക് തങ്ങന്മാരെയും സിനിമാ നടന്മാരെയും ഒക്കെ കൊണ്ടുവരാം, രാഷ്ട്രീയ നേതാക്കാരെയും കൊണ്ടുവരാം. പബ്ലിസിറ്റിക്ക് സിനിമാ നടന്മാരെയും കൊണ്ടുവരാ, തങ്ങന്മാരെയും കൊണ്ടുവരാം. ബർക്കത്തൊന്നും ഉദ്ദേശിച്ചു പോകാൻ പറ്റൂല, അത് മാത്രം. അപ്പോ ഇനി അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചോളി, മുജാഹിദിന്റെ ഏകദേശ പരിപാടിയും പബ്ലിസിറ്റിക്ക് ഇനി ഉണ്ടാകുക സിനിമാ നടന്മാരായിരിക്കും. പബ്ലിസിറ്റി വേണമല്ലോ ഇവർക്ക്. ഇനി നിങ്ങൾ കേട്ടോളി, ഒന്ന് ഒരു മിമ്പർ വന്ന് പ്രസംഗിക്കുന്നത് എന്താ പ്രസംഗിക്കറിയോ? കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാണ്. വ്യഭിചാരവും കള്ളുകൂടിയൊന്നും വലിയ പ്രശ്നമല്ല, അതിനെക്കാണൊക്കെ വലിയ തെറ്റെന്താണ്? കൂട്ടുപ്രാർത്ഥന നടത്തുന്നതും കുനൂത്ത് തോന്നുന്നതും. അവൻ കൂടെ ഒന്ന് വെച്ചു കൊടുത്താൽ മോനെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ തെറ്റാണ് പോലും ഇത് കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്. ഫാത്തുൽ മുഅ്മിനീൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വതഅ്മീനു മഅ്മൂമിൻ സമീഅ ദുആ ഇമാം, ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമികൾ ആമീൻ പറയൽ സുന്നത്താണ്. കൂട്ടുപ്രാർത്ഥന സുന്നത്താണ് എന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേൾക്കണോ? സമയമില്ല, എൻ്റെ സീഡികൾ ധാരാളം ഉണ്ട്, നിങ്ങൾ കേട്ടോളൂ, വായിച്ചോളൂ. ഇപ്പോൾ പുസ്തകങ്ങൾ വായിച്ചോളൂ, നമ്മുടെ മാസികകൾ വായിച്ചോളൂ. ഇപ്പൊ പറയാൻ സമയമില്ല, ശരിക്കും കേട്ടു നോക്കണം നിങ്ങൾ. ഒരു സീഡി ഉണ്ട്, കൂട്ടുപ്രാർത്ഥനയും കമ്മറ്റി സക്കാത്തും കൂട്ടുപ്രാർത്ഥനയും സെലഫിയുടെ നുണച്ചാക്കുകൾ എന്നതിന്റെ പേര്. അത് കേട്ടു നോക്കണം. അതിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ട് മൗലവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് ആ കൂട്ടുപ്രാർത്ഥന. എന്നാ സഹോദരന്മാരെ, കൂട്ടുപ്രാർത്ഥന നടത്തിയ വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ്. പിന്നെ അയാൾ പറഞ്ഞു കേട്ടില്ലേ, നിസ്കാരത്തിന്റെ ശേഷം കുനൂത്ത് ഓതുക. നിസ്കാരത്തിന്റെ ശേഷം ആരോ കുനൂത്ത് ഓതലുണ്ടോ? കുനൂത്തും കൂടി എപ്പാ അത് മനസ്സിലാകാത്ത മൗലവി മെമ്പർമക്കറിയാം, പിന്നെ എന്ത് കഥയാ പറയാൻ. എന്നിട്ടോ കുനൂത്ത് ഓതലോ 4 മദ്ഹബിലും സുന്നത്ത്. ഹനഫി മദ്ഹബിലും അതുപോലെ ഹംബലി മദ്ഹബിലും വിത്തറിൽ കുനൂത്ത് സുന്നത്ത്, മാലിക്കി മദ്ഹബിലും ഷാഫി മദ്ഹബിലും സുബഹിൽ കുനൂത്ത് സുന്നത്ത്. അങ്ങനത്തെ കുനൂത്ത് ഓതിയാല് അത് വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ ഇമാമിങ്ങളും വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ് ചെയ്തവർ. മക്കയിലും മദീനയിലും കുനൂത്ത് പോകുന്നുണ്ട് വിത്ത് നിസ്കാരത്തിൽ, അവരൊക്കെ വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ് ചെയ്തവർ. സ്വർഗത്തിൽ കിടക്കുന്ന ഒരു കൂട്ടർ വരും. എന്താണ് ഇവർ സമുദായത്തിൽ ചെയ്തത് നിങ്ങൾ ആലോചിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നേതാവ് പറയുന്നത്, മുജാഹിദിനെയൊക്കെ അള്ളാൻ ഇപ്പൊ തീരെ വിലയില്ല, അതുകൊണ്ട് കടുത്ത അതാപായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന വേറൊരു മൗലവി. അവൻ കൂടെ ഒന്ന് വെച്ചാൽ തീർത്തില്ല. ഞാൻ സൂചിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് നാളിതുവരെ ജനങ്ങളോട് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് പോലും പടച്ചവനോട് അത്ര നന്ദി ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം ചെറിയ നിലക്കുണ്ടായതിന്റെ ഭാഗമാണ് സഹോദരന്മാരെ പടച്ച തമ്പുരാൻ പറഞ്ഞത്, പടച്ച തമ്പുരാന്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. അതെന്നെ നമുക്കും പറയാനുള്ളത്. മുജാഹിദീങ്ങൾക്ക് ഉണ്ടായെന്ന് അയാൾ തന്നെ പറയുന്നു, നമ്മളാരും പറഞ്ഞൊന്നല്ല. ഇനി ഞാൻ പറയട്ടെ, തബ്ലീഗ് ജമാഅത്തിന് ഒരു കൂട്ടരുണ്ട്. അവർക്ക് എന്താ കുഴപ്പവും ചിലർക്ക് തോന്നലുണ്ടാവും. ഇത് തബ്ലീഗ് ജമാഅത്തിന്റെ വടകരുള്ള ഡോക്ടർ എഴുതിയൊരു ബുക്കാണ്. ഇതിനുള്ള ഒറ്റ വാചകം ഞാൻ നിങ്ങൾക്ക് കേൾപ്പി. മുജാഹിദ് എന്താന്നൊക്കെ ഞാൻ സുമാറ് പറഞ്ഞതല്ലോ. ഇയാൾ എന്താ മുജാഹിദിനെ പറ്റി മനസ്സിലാക്കിയത്, തബ്ലീഗുകാർ എന്താ മനസ്സിലാക്കിയത്? ഇതിൽ അയാൾ പറഞ്ഞൊരു വാചകം കൂടി ഞാൻ വായിക്കട്ടെ കേട്ടോളി.
തൗഹീദിന്റെ മാർഗദർശനങ്ങളുമായി ശിർക്കിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് ത്യാഗനിർഭരമായ പ്രവർത്തന ശൈലിയിലൂടെ കേരളത്തിൽ അതിശക്തമായ രീതിയിൽ വേരാഴുന്ന ഇസ്ലാമിലെ പുരോഗമന വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. വടകരയിലെ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഡോക്ടർ എഴുതിയതാണ് ഈ പുസ്തകം, ഓർമ്മകളുടെ കയ്യൊപ്പ്. അവ മുജാഹിദീങ്ങൾ ശരിയായ തൗഹീദാണ് പോലും പഠിപ്പിക്കുന്നത്. ഇവിടെയുള്ള സർവ്വ ആലിമീങ്ങളും സർവ്വ മുസ്ലിമീങ്ങളും സുന്നികളും മുശ്രിക്കാണെന്നും സുബ്ഹാനല്ലാഹ് എന്തെല്ലാമാണ് ഇവർ പറഞ്ഞു കൂട്ടിയത്. ഇതൊക്കെ പറഞ്ഞവർ ശരിയായ തൗഹീദിന്റെ ആളുകളാണെന്ന് തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയോ സഹോദരന്മാരെ? അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ ആദ്യം കൽപ്പിച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അല്ലാഹു പറയുകയാണ്. എന്താ അല്ലാഹ് പറയുന്നത്? ആരെങ്കിലും ഭൗതിക താല്പര്യം ഉദ്ദേശിച്ചുകൊണ്ട്, ആരെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭൗതിക താല്പര്യം ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, ദുനിയാവിൽ അവന് നമ്മൾ കൊടുക്കും. ദുനിയാവ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവന് ചിലപ്പോൾ ദുനിയാവ് കൊടുക്കും. കള്ളത്തരീക്കത്തുകാർ പലരും കോടീശ്വരന്മാരാകുന്നില്ലേ? പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത്. അതുപോലെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നില്ലേ? സക്കാത്ത് അതാ വാങ്ങി പിരിച്ചിട്ട് സ്വനിവാസം അതാ ചെലവഴിക്കുന്നില്ലേ? പലിശ വാങ്ങിയിട്ട് അതുകൊണ്ട് ഇടപാട് നടത്തുന്നില്ലേ? അള്ളാഹനെ ഭയപ്പെടാതെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ? ഓരോന്നിനും തെളിവിന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹ് പറയുന്നു ദുനിയാവ് ഉദ്ദേശിച്ചിട്ട് ഈ താൽക്കാലികമായ ലോകം ഉദ്ദേശിച്ച് വല്ലവനും പ്രവർത്തിച്ചാൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, നമ്മൾ ഉദ്ദേശിക്കുന്നവന് അതാ ഉദ്ദേശിക്കുന്ന പ്രകാരം നമ്മൾ ഇവിടെ വെച്ച് പല ദുനിയാവിലുള്ള പവറുകളും ദുനിയാവിലുള്ള പണങ്ങളും പലതും കൊടുത്തേക്കും. പക്ഷേ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നീട് നമ്മൾ ജഹന്നമാകുന്ന നരകം വെച്ചിട്ടുണ്ട് നബിയെ. ദുനിയാവിന്റെ കാര്യലാഭം ഉദ്ദേശിച്ച് ആഖിറം ഭയപ്പെടാതെ പടച്ചവനെ ഓർമ്മിക്കാതെ അള്ളാഹനെ ഭയപ്പെടാതെ ജീവിക്കുന്നവര് അവരാ ജഹന്നമിൽ കടക്കേണ്ടി വരും. മദ്മൂമൻ മദ്ഹൂറാ, ആക്ഷേപിക്കപ്പെടുന്ന നിലക്ക് കടക്കേണ്ടി വരും. വമൻ അറാദൽ ആഖിറത, വല്ലവനും പാരത്രിക ലോകം ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ വസഅലഹാ സയ്യഹാ, എന്നിട്ട് ആ പാരത്രിക ലോകത്തിന് വേണ്ടി വല്ലവരും സേവനം ചെയ്താൽ, ആയിരക്കണക്കിന് യതീമക്കളെ പോറ്റുന്ന പണ്ഡിതന്മാരില്ലേ, അതേ അതേ അംഗവൈകല്യമുള്ളവരെയും കണ്ണിന് കാഴ്ചയില്ലാത്തവരെയും മന്ദബുദ്ധിയുള്ളവരെയും അതാ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അതേ മുട്ടിപ്പടിയിലെ തങ്ങളില്ലേ, ഖലീൽ തങ്ങളില്ലേ, ആയിരക്കണക്കിന് യതീം കുട്ടികളെ അതാ പോറ്റി വളർത്തുകയും കാശ്മീരിൽ പോലുമുള്ള പാവപ്പെട്ട യതീമക്കളെ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന കാന്തപുരം ഉസ്താദില്ലേ, പ്രായമൊന്നും വകവെക്കാതെ സഅദിയക്ക് നേതൃത്വം കൊടുത്ത് ഉന്നതമായ സ്ഥാപനം നടത്തുന്ന MA ഉസ്താദില്ലേ, എല്ലാവർക്കും നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാർ തങ്ങളില്ലേ, അവരുടെയൊക്കെ പിന്നാലെ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് അതേ ധാരാളം കുട്ടികൾക്ക് ഭക്ഷണവും നൽകി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയർത്തി ഞങ്ങളെപ്പോലുള്ള ചെറിയ ഖാദിമീങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? പ്രവർത്തിക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ? അള്ളാഹു പറയുകയാണ്, അതറിയുന്നവൻ അള്ളയാണ്, അത് ചോദ്യം ചെയ്യാൻ ആർക്കും ഇവിടെ അധികാരമില്ല. മനസ്സിന്റെ ഉള്ളിലെ നീയത്തറിയുന്നവൻ അള്ള മാത്രമാണ്. ആ അള്ളാഹുവിന്റെ വജീനെ കരുതി പ്രവർത്തിക്കുന്നവർക്ക് അള്ള പറയുന്നു ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ സേവനവും പ്രവർത്തനവും ആര് നടത്തുന്നുണ്ടോ അത് വിശ്വാസമുള്ളവനായിട്ടാണ് നടത്തുന്നതെങ്കിൽ അതേ അവിശ്വാസിയുടെ നടത്തൽ കൊണ്ട് ആഖിറത്തിൽ പ്രതിഫലം കിട്ടൂല. അവരുടെ സേവനങ്ങൾ നന്ദി ചെയ്യപ്പെടുന്ന സേവനങ്ങളാണ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഓ നബിയേ, ദുന്യാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യലാഭത്തിന് വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർക്ക് കൊടുക്കുന്നതും അള്ളയാണ്. അള്ളാന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്നതും അള്ളയാണ്. എല്ലാം റബ്ബിന്റെ കൊടുതിയിൽപ്പെട്ടതാണ്. റബ്ബിന്റെ കൊടുതി അത് തീർന്നു പോകുന്നതാണ്.
കഴിയുന്നതല്ല, അതാർക്കും തന്നെ തടുക്കാൻ കഴിയുന്നതല്ല. ഓ സഹോദരാ, റബ്ബിന്റെ പൊരുത്തം കരുതി സംസാരിക്കുക, റബ്ബിന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുക, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുക, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മരിക്കുക, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുക. ദീനീ സ്ഥാപനങ്ങൾ ഉയർത്തിയെടുക്കാൻ നോക്കുക. തലശ്ശേരിയിൽ നമ്മുടെ ദാറുൽ അൽമാർ അത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട്. നിങ്ങളൊക്കെ സഹകരിക്കണം. അതുപോലെ നമ്മുടെ അലിഫ് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഇടങ്കോലിടുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു ഒരു ഷർറിൽ നിന്ന് നമ്മുടെ സ്ഥാപനങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സർവ്വ സ്ഥാപനങ്ങളും ഉയർത്തിയെടുക്കണം. SYS-ന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കണം. SSF-ന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കണം. നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ധാരാളമായി ഉയരണം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടക്കണം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി സുന്നികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന സർവ്വ കള്ളത്തരീക്കത്തുകാർക്കെതിരെ, വ്യാജ ശൈഖന്മാർക്കെതിരെ, കപട ആത്മീയവാദികൾക്കെതിരെ, അതുപോലെ മുജാഹിദിനെതിരെ, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, ഖാദിയാനിക്കെതിരെ, അതേ പലപ്പോഴും ആത്മീയത ചമഞ്ഞിട്ട് മുജാഹിദിന്റെ ആശയമാണ് ശരിയെന്ന് എഴുതി വെക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാരുടെ ആശയത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരെ അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി, അവരെയും റെഡിയാക്കിയെടുക്കാൻ വേണ്ടി, അവരെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി ഒറ്റക്കെട്ടായ പ്രവർത്തനം നടക്കണമെന്നും എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സിറാജ് ദിനപത്രം എത്തണം, എല്ലാ സ്ഥലങ്ങളിലും സുന്നി വോയിസ് എത്തണം, റിസാല എത്തണം, നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങണമെന്ന് സർവ്വ പ്രവർത്തകന്മാരെയും ഓർമ്മപ്പെടുത്തി, അള്ളാഹുവേ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിന്റെ പൊരുത്തത്തിലായി നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ.